ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാം കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളോടൊപ്പം ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിന് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യാൻ കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു ദാസനാണ്, രാജസ്ഥാനിൽ നിന്ന്. ആ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? തീർച്ചയായും കർത്താവ് വഴി നടത്തുന്നു. ഓക്കെ. രാജസ്ഥാൻ്റെ പ്രദേശത്തൊക്കെ കർത്താവ് ഉപയോഗിക്കുന്നല്ലോ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അനേക കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനത ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അനേകരെ നേടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനു മുന്നേ കർത്താവിൻ്റെ ദാസൻ്റെ ടെസ്റ്റ് മണി ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധ കർത്താവ്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അപ്പാ, ഞങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവെ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ദാസന് ഹല്ലേലൂയ ടെസ്റ്റ് മണി പറയുവാനുള്ള എല്ലാ ദൈവകൃപയും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ കർത്താവ് തന്നെ നടത്തിയ വിധങ്ങളും വഴികളും സംസാരിപ്പാൻ കർത്താവ് സഹായിച്ചാട്ട്. ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരുന്നാട്ട്. നെറ്റ്വർക്കിനെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവകൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പാസ്റ്ററേ, കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ദാസന് ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നുള്ള സമയമാണിപ്പോൾ. ആമേൻ. സ്തോത്രം. ഞാൻ ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാജസ്ഥാൻ്റെ ഒരു ഉൾഗ്രാമത്തിൽ ഗ്രാമ ശുശ്രൂഷയിലായിരിക്കുന്ന എന്നെ ആരും അറിയാത്ത, എല്ലാവർക്കും ഒരു വിധത്തിലും അറിയേണ്ട ആവശ്യമില്ലാത്ത എന്നെ ഇങ്ങനെ ജോയ്സ് ടി വിയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടിരുത്താൻ, എന്നെ വിളിക്കാൻ, എനിക്ക് ഇങ്ങനെ സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്ന ദൈവത്തിന്, അതുപോലെ തന്നെ പ്രിയ സിസ്റ്റർക്ക് ഞാൻ വളരെ അധികം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇതിനൊന്നും നമ്മൾ യോഗ്യരായിരുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ പറയേണ്ടത്. കാരണം ഞാൻ നമ്മുടെ ജോയ്സ് ടി വിയിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് ദൈവത്തിന് വേണ്ടി ചെറിയ പ്രായം മുതൽ തന്നെ വളരെ ശക്തമായി അവർ നിലകൊണ്ടു. എന്നാൽ അങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എനിക്കില്ല. എനിക്ക് ഉള്ള സാക്ഷ്യം, ഞാൻ എൻ്റെ 40ാമത്തെ വയസ്സിലാണ് യേശുവിനെ കണ്ടുമുട്ടിയത്. അപ്പോൾ ഇന്ന് എനിക്ക് 62 വയസ്സുണ്ട്. ഈ 40 വർഷത്തിന് ശേഷമുള്ളതാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതം. 40 വയസ്സ് വരെ എനിക്കൊരു ജീവിതം ഇല്ലായിരുന്നു എന്ന് വേണം പറയുക. ഇന്ന് രാജസ്ഥാനിൽ ചുരു ജില്ലയിൽ സുജാൻഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാൻ ആദ്യം മുതൽ തന്നെ, എൻ്റെ ബാല്യകാലം മുതൽ പറഞ്ഞാലേ ഇന്ന് ഈ വേല ചെയ്തതിൻ്റെ പ്രസക്തി അത് മനസ്സിലാവുകയുള്ളൂ. ദൈവകൃപയാല് 4800 ഗ്രാമങ്ങൾ സുവിശേഷീകരിക്കുവാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു. ഈ ഉപയോഗിച്ചു എന്നുള്ള ഒരു ശബ്ദം പറയാൻ കാരണം, കർത്താവിൻ്റെ ദാസി ആരംഭത്തിൽ പറഞ്ഞു കർത്താവ് ഉപയോഗിക്കുന്നല്ലോ. ഇപ്പോൾ 4800 പരം ഗ്രാമങ്ങളിൽ ലക്ഷക്കണക്കിന് ന്യൂ ടെസ്റ്റ്മെന്റ് ട്രാക്റ്റുകൾ ഓരോ ഭവനങ്ങളിൽ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം നൽകി. ആദ്യമേ തന്നെ എനിക്ക് പറയുവാനുള്ളത്, ഉപയോഗിക്കുന്നു എന്നുള്ള ആ ശബ്ദം പ്രിയ സിസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് എന്നെ കേൾക്കുന്നവര് ദയവായി തെറ്റിദ്ധരിക്കരുത്. ആക്ച്വലി ദേവദാസിനെ കുറിച്ച് എനിക്ക് ഒരറിവ് ഇല്ല. പക്ഷേ കർത്താവിൻ്റെ ദാസനെ 4800 ഗ്രാമങ്ങൾ സുശേഷീകരിക്കുക എന്ന് പറഞ്ഞാൽ മാനുഷിക രീതിയിൽ അതൊരു ചെറിയ കാര്യമല്ല. കർത്താവിൻ്റെ ദാസനെ ഞാൻ അങ്ങനെ സാധാരണ ഒരു ഇൻട്രൊഡക്ഷൻ പറയാറുമില്ല. അങ്ങനെ
പക്ഷെ ഉപയോഗിക്കുന്നു എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവ് തന്നതായിരിക്കും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോഴെനിക്ക് പറയാനുള്ളത്, കർത്താവിന്റെ ദാസി പരിശുദ്ധാത്മാവിലാണല്ലോ ആ ഒരു ശബ്ദം ഉപയോഗിച്ചത്. എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ദൈവം നമ്മളെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നോക്കുക, ഏലിയാവിനെ കൊണ്ടുപോകാൻ ഇതാ അഗ്നിമയമായ രഥങ്ങളും കുതിരയും ഒക്കെ വരികയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ ആ വലത്തുവശത്തേക്കൊന്ന് നോക്കുക. നിങ്ങളെ അവിടെ നമ്മൾ ഒരു പ്ലാവോ മാവോ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു കാക്ക ഇരിപ്പുണ്ട്. ഈ കാക്കയാണ് ഏലിയാവിനെ തീറ്റ കൊടുത്തുകൊണ്ടിരുന്നത്. അഗ്നിമയമായ രഥങ്ങൾ വന്നു, കുതിരയൊക്കെയും വന്നു. ഏലിയാവിനെ കൊണ്ടുപോയപ്പോഴും ആ ദൈവം ഉപയോഗിച്ച കാക്ക, ആ കാക്കയെ ദൈവം കൊണ്ടുപോയില്ല. അതുകൊണ്ട് നമ്മൾ ഏതാണ്ട് ദൈവം നമ്മളെ ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ അങ്ങേ അറ്റത്തെ ആളാണ് എന്നുള്ള ഒരു അഹങ്കാരം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരിക്കലും കരുതരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നത്. ബിലയാമിന്റെ കഴുതയെ ദൈവം ഉപയോഗിച്ചല്ലോ, അത് ദൈവം ഉപയോഗിക്കുകയാണ്. എന്നെയും നിങ്ങളെയും സാക്ഷ്യം പറയുവാൻ ദൈവം ഉപയോഗിക്കുന്നു, സുവിശേഷം പറയുവാൻ ദൈവം ഉപയോഗിക്കുന്നു, ദശാംശം കൊടുക്കുവാൻ, ചർച്ച നടത്തുവാൻ, എന്തൊക്കെ കാര്യങ്ങൾ കാണോ അത് ദൈവം ഉപയോഗിക്കുന്നതിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് ആ ദൈവത്തിന്റെ കയ്യിൽ ഒരു ആയുധമായി, ഒരു ഉപകരണമായി നമ്മൾ കീഴടങ്ങിയിരിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് എന്ന് ആദ്യമായി ഞാൻ പറയുക. ഞാൻ ജനിച്ചത് മിക്കവാറും നമ്മുടെ സാക്ഷ്യ പരമ്പരയിൽ കേൾക്കുന്നത് പോലെ തന്നെ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ലൈറ്റ് പോയത് കൊണ്ട് ദയവായി ക്ഷമിക്കണമേ. നന്നേ ചെറുപ്പത്തിൽ തന്നെ ദൈവ ഭയത്തിൽ, ഭക്തിയിൽ ഞാൻ ഏറ്റവും മുൻപന്തിയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ, എനിക്ക് 9 വയസ്സുള്ളപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല സൺഡേ സ്കൂൾ സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് എനിക്ക് ലഭിച്ചിരുന്നു. പഠിക്കുവാൻ അത്രയും ഞാൻ മിടുക്കനായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ എഴുത്തും വായനയും എനിക്ക് ശീലമായിരുന്നു. എന്ന് പറഞ്ഞാൽ 3 വയസ്സിൽ തന്നെ ഞാൻ വായിച്ചു തുടങ്ങി. 5 വയസ്സിൽ ഞാൻ ഓർക്കുന്നു, എൻ്റെ പിതാവ് ഒരു ആശാരിപ്പണിക്കാരനാണ്. ആ കാലങ്ങളിൽ പിതാവ് പണിയെടുക്കാൻ പോയാൽ പൈസ ലഭിക്കാറില്ല, അരിയോ എന്തെങ്കിലുമൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അമ്മ ഗുരുതരമായ രോഗത്തിലൂടെ കടന്നു പോവുകയാണ്. മലബാറിലെ, ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കൂരാങ്കുണ്ടെന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പോൾ അവിടുന്ന് കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്തണമെങ്കിൽ 40 കിലോമീറ്റർ പോകണം. റോഡില്ല, ബസ്സില്ല. ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു വള്ളത്തിൻ്റെ ഒരു സർവീസ്, ബോട്ട് സർവീസ് അല്ല, ഒരു വള്ളം പോകുമായിരുന്നു. ബാക്കി 20 കിലോമീറ്റർ നടന്നായിരുന്നു പിതാവ് ആദ്യകാല കുടിയേറ്റക്കാരൊക്കെയും അവിടെ എത്തിയിരുന്നത്. അതായത് ഇന്നത്തേക്ക് ഒരു 85 വർഷം മുൻപത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഗുരുതരമായ രോഗം പിടിച്ചു. അമ്മ മരിക്കാനായിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ പിതാവ് നല്ലൊരു വായനക്കാരനാണ്. പിതാവ് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ദുർഗാപ്രസാദ് ഖത്രിയുടെ വെളുത്ത ജഗത്താൻ എന്നുള്ള ഒരു പുസ്തകം ഈ 5 വയസ്സുള്ള സമയത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ വായിച്ചു എന്ന് നിങ്ങൾ ഒരു പക്ഷേ അത്ഭുതം തോന്നുമായിരിക്കും. എൻ്റെ മാതാപിതാക്കൾക്ക് 7 മക്കളായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ പ്രകൃതി സാഹചര്യം മൂലം ഓരോരുത്തർ അവിടെ മരണപ്പെട്ടു. ഞാൻ, എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ഏറ്റവും മൂത്ത ഒരു സഹോദരി, അങ്ങനെ 3 പേര് മാത്രമാണ് ശേഷിച്ചത്.
ഞാൻ 5 വയസ്സുള്ളപ്പോൾ സഹോദരൻ 4-ാം ക്ലാസ്സിലും സഹോദരി 7-ാം ക്ലാസ്സിലും പോയി. ഈ 4-ാം ക്ലാസ്സിലെയും 7-ാം ക്ലാസ്സിലെയും പാഠഭാഗങ്ങളൊക്കെ എനിക്ക് കാണാപ്പാഠമാണ്. ചോദ്യോത്തരങ്ങളെല്ലാം എനിക്ക് കാണാപ്പാഠമാണ്. പ്രായം കുറഞ്ഞതുകൊണ്ട് അവരെ സ്കൂളിൽ ചേർത്തിരുന്നില്ല എങ്കിലും എഴുത്ത്, വായന കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സാഹിത്യ വാസനയും എനിക്കുണ്ടായി. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ എഴുതി തുടങ്ങി. സ്കൂളിലും മറ്റ് നാടകം, കഥാപ്രസംഗം, കഥ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെയും കൈവച്ചു. അപ്പോൾ 5 വയസ്സിൽ അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ ഒടുക്കത്തെ ഒപ്രശുമ എന്ന ഒരു പേരായിരുന്നു അന്ന് കാലത്ത്. ഇപ്പോൾ അന്ത്യ അത്താഴം എന്നൊക്കെ നമ്മൾ, അല്ലെങ്കിൽ മരിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന, ഇനി പുതിയ എന്തെങ്കിലും പേര് വന്നോ എനിക്കറിയത്തില്ല, മരിക്കുന്ന ആൾക്ക് അവസാനമായി കൊടുക്കുന്ന ആ അന്ത്യ അത്താഴത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ദൂരത്ത് നിന്ന് അച്ഛനും വേറെ 1-2 പേരും കൂടെ കടന്നു വരുമ്പോൾ 5 വയസ്സുള്ള ഞാൻ വെളുത്ത ചെകുത്താൻ എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ട് അവരെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അമ്മ മരിക്കുമ്പോഴാണോ പുസ്തകം വായിക്കുന്നത്? അമ്മ മരിക്കുകയാണെന്നോ ഒന്നും അറിയത്തില്ല, ഗുരുതരമായ രോഗത്തിലാണ്. എന്തായാലും അമ്മ അവിടെ മരിച്ചില്ല, ദൈവം അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം കൊടുത്തു. തുടർന്ന് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുവാൻ നല്ല മിടുക്കനായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചു വന്നു. 13-ാമത്തെ വയസ്സിൽ, അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 7 കിലോമീറ്റർ അപ്പുറം എൻ്റെ പിതാവും മറ്റുള്ള ആളുകൾ ചേർന്ന്, ആദ്യകാല കുടിയേറ്റക്കാർ ചേർന്ന് ഒരു പള്ളി പണിതു, വെള്ളരിക്കുണ്ട് പള്ളി എന്ന്. ആ പള്ളിയിൽ ഞാൻ സൺഡേ സ്കൂൾ പഠിക്കും. അപ്പോൾ ഏറ്റവും നല്ല സ്റ്റുഡൻറ്റ് ആ പള്ളിയിൽ, ആ പരിസരങ്ങളിൽ ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ 13-ാമത്തെ വയസ്സായപ്പോൾ അപ്പോൾ വീട്ടിൽ ബൈബിളുണ്ട്, ആരും വായിക്കത്തില്ല. പുസ്തകം കിട്ടാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ഈ ബൈബിൾ എടുത്ത് വായിക്കും. നല്ല രസകരമായ കഥകളാണ് ഉൽപ്പത്തി മുതൽ. അങ്ങനെ വായിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ സൺഡേ സ്കൂളിൽ സാറിനോട് ഒരു ചോദ്യം ചോദിച്ചു. സാറേ, ആദത്തിന് 2 മക്കളായിരുന്നല്ലോ, കായനും ഹാബേലും. അതിൽ ഹാബേലിനെ കായൻ കൊന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് എന്നെ ആരെങ്കിലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് കായൻ നിലവിളിക്കുന്നതും ദൈവം ഒരടയാളം വെച്ച് കായനെ വിടുന്നതുമാണല്ലോ. ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ, ആദത്തിന് 2 മക്കളല്ലേ ഉള്ളൂ, അതിലൊരാളെ കൊന്നു. അപ്പോൾ ഇതെന്താ ഇങ്ങനെ എഴുതിയേക്കുന്നത് ചോദിച്ചപ്പോൾ സത്യത്തിൽ സാറിന് അറിയത്തില്ലായിരുന്നു. സാറ് പോയി അച്ഛൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. അച്ഛൻ എന്നെ വിളിപ്പിച്ചു, പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു ഇത് വായിക്കാൻ? നമുക്കറിയാം 1980 കാലഘട്ടത്തിലാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം കേരളത്തിൽ വരുന്നത്. അതിനുശേഷം മാത്രമാണ് പഴയ നിയമവും പുതിയ നിയമവും എല്ലാം വായിക്കുവാൻ കത്തോലിക്ക സഭ വിശ്വാസികളെ പ്രേരിപ്പിച്ചത്. എന്നാൽ അതിനു മുമ്പ് അൽമായർ ഇത് വായിച്ച് വ്യാഖ്യാനിക്കരുത് എന്നുള്ള ഒരു അലിഖിത നിയമം അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഈ സാഹിത്യവാസന ഉള്ളത് കൊണ്ട് എന്ത് പുസ്തകം കിട്ടിയാലും, എഴുത്ത് എന്തെങ്കിലും കിട്ടിയാലും അത് വായിച്ചു തീർക്കാതെ രാത്രി ഉറങ്ങുകയില്ല, മണ്ണെണ്ണ വിളക്ക് വെച്ച്. അപ്പോൾ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ബൈബിളും ഇതേ രീതിയിൽ വായിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഈ സംശയം വന്നത്. ഒടുവിൽ അച്ഛൻ പറഞ്ഞു, നീ അപ്പനെ വിളിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. അന്ന് സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന നിലയിലാണ്. പിതാവ് ആശാരിപ്പണിക്കാരനാണ്, പക്ഷേ പണം ലഭിക്കുകയില്ല. 5 ഏക്കർ സ്ഥലമുണ്ട്, പക്ഷേ പന്നിയും മറ്റ് മൃഗങ്ങളെല്ലാം വന്ന് എല്ലാം അതിനകത്തുള്ള അനുഭവങ്ങളെല്ലാം കൊണ്ടുപോകും. അങ്ങനെ വലിയ ഒരു ദാരിദ്ര്യം അല്ലായിരുന്നെങ്കിലും ആ സാഹചര്യത്തിലായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ പിതാവിന് കടം കൂടിയിട്ട് അവിടെ നിൽക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നതുകൊണ്ട് പിതാവ് ഞങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അവിടെ വിട്ടിട്ട്, അമ്മ അപ്പോൾ മൂത്ത സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു, ഞങ്ങളെ അവിടെ വിട്ട് പിതാവ് പോയി കഴിഞ്ഞു. ജ്യേഷ്ഠൻ പിന്നീട് സർക്കസിൽ ചേർന്നു, ഭാരത് സർക്കസിൽ ജ്യേഷ്ഠൻ ചേർന്നു. അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ.
പിതാവിനെ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു. 6 മാസം പിന്നെ അതുകൊണ്ട് പള്ളിയിൽ പോയില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരിക്കല് പെങ്ങളുടെ ഒരു കുട്ടിക്ക് ഒരു തല തൊടേണ്ട ഒരു ഇത് വന്നു. അങ്ങനെ എന്നെയും കൊണ്ട് പള്ളിയിൽ പോയി. പള്ളിയിൽ ചെന്ന് കണ്ടപ്പോഴേ അച്ഛൻ പറഞ്ഞു, ഈ തല തെറിച്ചവനാണോ? അങ്ങനെയാണ്, ആ ശബ്ദമാണ് ഉപയോഗിച്ചത്. ഈ ബൈബിൾ വായിക്കുന്ന, പഴയ നിയമം വായിക്കുന്ന ഈ തല തെറിച്ചവനെയാണോ കിട്ടിയത് എന്ന് പറഞ്ഞ് എന്നെ ആ ശുശ്രൂഷയിലൊന്നും പങ്കെടുപ്പിക്കാതെ അവിടുന്ന് ഇറക്കി വിട്ടു. അന്ന് 13 വയസ്സാണ്. 13 വയസ്സ് പ്രായത്തില് ഇനി എനിക്ക് ദൈവമില്ല. അപ്പൊ ദൈവമില്ലാതെ ഒരുത്തിന് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ സ്കൂളിൽ എന്നെ പഠിപ്പിക്കുന്ന ചിണ്ടൻ മാഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ചിണ്ടൻ മാഷ് അടുത്ത് പോയി. അദ്ദേഹം മലയ്ക്ക് പോകാൻ, ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട സമയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മാഷിന്റെ ദൈവം ഇന്നു മുതൽ എൻ്റെ ദൈവം. റൂത്ത് നവോമിയോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചിണ്ടൻ മാഷോട് പറഞ്ഞു, ചിണ്ടൻ മാഷിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. മാഷ് പോകുന്നിടത്തൊക്കെ ഞാനും വരും, ഞാനും ഈ കറുപ്പ് ഡ്രസ്സ് ഇട്ടുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാഷിന്റെ ശിഷ്യനായി. 13-ാമത്തെ വയസ്സിൽ ഞാൻ മാലയിട്ട് ശബരിമലയിൽ പോയി. ശബരിമലയിൽ പോയി എന്ന് പറഞ്ഞാൽ അന്ന് മലബാറിൽ ആഴിപൂജ നിലവിലുണ്ടായിരുന്നു. പിൽക്കാലത്ത് അത് വെറും ഒരു ഫോർമാലിറ്റി ആയി മാറി. കുറച്ച് തീകുണ്ടങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ആദ്യകാലത്ത് ഒരു 2 ട്രക്ക് വിറക് കൊണ്ടുവന്നിട്ട് വലിയ ആഴി തീ കത്തിച്ച് ഒരു വലിയ ഉയരത്തിലാണത്, 2-3 മീറ്റർ ഉയരത്തില് ഒരു 6-7 മീറ്റർ നീളത്തിൽ ഇങ്ങനെ തീക്കനൽ വിറക് അടുക്കി വെച്ച് തീ കൊളുത്തും. എന്നിട്ട് ഈ തീക്കനിൽ ഇങ്ങനെ എരിയുമ്പോൾ അതിരാവിലെ 3 മണിക്ക് പോയി കുളിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ഈ തീക്കകത്തൂടെ പോകണം. ഈ ആഴിപൂജ പിൽക്കാലത്ത് ഗവൺമെന്റിന്റെ ഇടപെടലുകളെല്ലാം ഉള്ളത് കൊണ്ട് അത് ചെറിയ രീതിയിലേക്കായി, കാലിനടിയിലുള്ള ചെറിയ ഒരു തീയാക്കി ചുരുക്കി. ഇങ്ങനെ പലർക്കും പൊള്ളലേറ്റു. എന്നാൽ എനിക്ക്, ഞാൻ ഈ 13 വയസ്സുള്ള ബാലൻ സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ വിളിച്ച് ഈ തീക്കകത്തൂടെ പോയി എരുമേലിയിലെത്തി. അവിടുന്ന് 3 ദിവസം നടന്ന് വേട്ടതുള്ളി അങ്ങനെ ശബരിമലയിൽ പോയി ശബരിമലയിൽ അയ്യപ്പന്റെ ഭക്തനായി തീർന്നു. എന്നാൽ മറുപുറത്ത് ജീവിതം വളരെ ദാരിദ്ര്യത്തിലേക്ക് പോയി. 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. കടമായിരുന്നു, അത് നഷ്ടപ്പെട്ടു. പിന്നെ അമ്മ നിത്യരോഗിയാണ്, ജ്യേഷ്ഠൻ സർക്കസിലാണ്. പലപ്പോഴും കഴിക്കുവാനൊന്നുമില്ല. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കൂലിപ്പണിക്ക് പോകേണ്ടതായ സാഹചര്യമുണ്ടായി, ഫീസിന്, മറ്റ് ആവശ്യങ്ങൾക്ക്. അങ്ങനെ 8-ാം ക്ലാസ് പാസ്സായി. 9-ാം ക്ലാസ്സിൽ പോയി. ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒക്കെ കൂലിപ്പണിക്ക് ചെയ്തുകൊണ്ടിരുന്നു. ബാക്കി ദിവസങ്ങളിൽ ക്ലാസ്സിൽ പോകുമായിരുന്നു. എന്നാൽ 9-ാം ക്ലാസ്സിൽ 3 മാസമായപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ലെന്നും മുഴുവൻ സമയവും സ്കൂളിൽ ഹാജരാകണമെന്നുള്ളൊരു നിബന്ധന വന്നു. ഞാനാകട്ടെ എനിക്ക് കൂലിപ്പണി എടുക്കാതെ, അന്ന് 4 രൂപയാണ് കൂലിപ്പണി എടുത്താൽ കിട്ടുക. അങ്ങനെ 9-ാം ക്ലാസ്സിൽ 3 മാസം പഠിച്ച് എൻ്റെ വിദ്യാഭ്യാസം അവിടെ അവസാനിച്ചു. ഈ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെ തന്നെ സ്കൂളിലടക്കം അല്ലെങ്കിൽ ഞങ്ങളെ ആ ദേശത്ത് എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്സവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ യൂത്ത് ഫെസ്റ്റിവലോ എന്തു വന്നാലും ഞാൻ എഴുതിയ കഥകളും കഥാപ്രസംഗങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ അവതരിപ്പിക്കുക. അങ്ങനെ എല്ലാവരും വളരെ സ്നേഹിക്കുകയൊക്കെ ചെയ്തതാണെങ്കിലും സാമ്പത്തികമായി ആരും സഹായിക്കാത്തത് കൊണ്ട് പഠനം അവിടെ നിർത്തി. അങ്ങനെ കൂലിപ്പണി, ഫുൾ ടൈം കൂലിപ്പണിയിലേക്ക് തിരിഞ്ഞു. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പണം ആരുടെ കയ്യിലുമില്ല. 4 രൂപ കിട്ടണമെങ്കിൽ അതിന് സാമ്പത്തികമായിട്ട് അപൂർവം ആളുകളെ അന്ന് കൂലിപ്പണിക്ക് വിളിക്കുകയുള്ളൂ. ചിലപ്പോൾ ആഴ്ചകളോളം ഭക്ഷണമില്ലാത്ത അവസ്ഥകളുണ്ട്. ഒരിക്കൽ 1 മാസം വരെയും ഫുൾ പട്ടിണിയിൽ കഴിഞ്ഞ ഒരു അവസരം ഉണ്ടായി. ആ സാഹചര്യത്തിൽ കഴിക്കുവാനൊന്നുമില്ലാഞ്ഞിട്ട് രാത്രി, അപ്പോൾ അമ്മയെ ഞാൻ സഹോദരിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. ഒരു 8 കിലോമീറ്റർ ദൂരെ സഹോദരി താമസിക്കുന്നുണ്ട്. അവിടെ സഹോദരിയുടെ ഭർത്താവ് ടാപ്പിംഗ് ജോലി ആയതുകൊണ്ട് അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല.
അപ്പോൾ അമ്മയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടും, ഞാനിങ്ങനെ പട്ടിണി കിടക്കുകയാണ്. അങ്ങനെ രാത്രി കുറേ ദൂരം പോയി വാഴക്കുല മോഷ്ടിച്ചു കൊണ്ടുവരും. രാത്രി 2 മണി 3 മണിക്ക് പോയി വാഴക്കുല മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് പച്ച അത് പുഴുങ്ങി തിന്നും. അതിനുശേഷം ചെയ്യാത്ത ജോലികളൊന്നുമില്ല. ഞാൻ ഹോട്ടലിൽ ഗ്ലാസ് കഴുകിയിട്ടുണ്ട്, ഹോട്ടൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ കൂലിപ്പണിയിൽ, റോഡ് പണി, ടയർ റീസോളിങ് കമ്പനിയിൽ, ഒരിക്കൽ കാഞ്ഞങ്ങാട് ഒരു റീസോൾ കമ്പനിയിൽ ഇന്നത്തെ പോലത്തെ മെഷീൻ, ആധുനികമായ മെഷീനുകളൊന്നുമില്ല, എല്ലാം കൈകൊണ്ട് വേണം ചെത്തി റെഡിയാക്കും. അങ്ങനെ കഠോരമായ ആ പണിയാണ്. അതുപോലെ തന്നെ ഞാൻ മറ്റ് നിവൃത്തികളൊന്നുമില്ലാതെ ഒരു മജീഷ്യന്റെ അസിസ്റ്റന്റായി കോഴിക്കോട് ബാബ ആദ്യമായി കേരളത്തിൽ കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരു ആളുടെ ഒരു അസിസ്റ്റന്റായി മാറി. അങ്ങനെ കൂലിപ്പണിയെടുത്ത് വളരെ കഷ്ടതയിൽ മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിലൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നത് ഒരു മേശയിൽ, ഇന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അന്ന് ഞാൻ ഭാവനയിൽ കാണുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു ബസ്സില്ല, ഒരു സിനിമാ തിയേറ്ററൊക്കെ വന്നത് ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ തോമാസ് ലീഗ എന്ന് പറയുന്ന ഒരു പിക്ചറാണ് ആദ്യമായി കാണുന്നത്. അത് എൻ്റെ വീട്ടിൽ നിന്ന് 10-20 കിലോമീറ്റർ നടന്നു പോയി ആ കണ്ട കാര്യങ്ങളൊക്കെ ഓർക്കും. അത്രയും ഒരു ഉൾഗ്രാമമായിരുന്നു. ഇന്നിപ്പോൾ അവിടെയെല്ലാം വളരെയധികം വികസനം വന്നു, ബസ് സഞ്ചാര യോഗ്യമായി. അങ്ങനെ വളരെ ദാരിദ്ര്യമായ സ്ഥിതിയിൽ കഴിയുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, 8ാം ക്ലാസ്സിൽ, അപ്പം ഞാൻ വളരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ആ പെൺകുട്ടിയെ. ക്വസ്റ്റ്യൻ ആൻസറുകളും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആ പെൺകുട്ടിയുടെ വീട്ടില് ഞാൻ കൂലിപ്പണിക്ക് പോയി. അപ്പൊ അവൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട്. എൻ്റെ കൂടെ പഠിച്ച നല്ലൊരു കൊച്ചാണല്ലോ, പഠിക്കുന്ന ഒരു കുട്ടിയാണല്ലോ, ഇങ്ങനെ കൂലിപ്പണിക്ക് വരണമല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് വലിയ വിഷമം. ഒരു ദിവസം ഞാൻ അവിടെ കൂലിപ്പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരും അറിയാതെ ഒരു 25 രൂപ അവളെ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പട്ടാളത്തിലേക്ക് ആളെടുക്കുന്നുണ്ട്, അതുകൊണ്ട് കോഴിക്കോട് പോയി പൈസ കൊണ്ട് കോഴിക്കോട് പോയി. ഞാൻ ആ പൈസ മേടിച്ച് കോഴിക്കോടിന് പോയി. അപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നത് ഒരു പബ്ലിക് റിക്രൂട്ട്മെന്റ് ആണ്, അതിന് 51 കിലോ ഭാരം വേണം. ഞാനാണെങ്കിൽ 45 കിലോയേ ഉള്ളൂ. മിക്കവാറും പട്ടിണിയായിരുന്നു. അതൊന്നും വിസ്തരിച്ച് പറയുന്നില്ല, ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങളുടെ സഹതാപം നേടാനല്ല, എൻ്റെ അവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. അത്രയധികം എന്ന് പറഞ്ഞാൽ അത് വിസ്തരിച്ച് പറയാൻ പറ്റത്തില്ല, കരഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് വിട്ടതാണ്. അങ്ങനെ പട്ടാളത്തിലേക്ക് ചേരുവാൻ വേണ്ടി കോഴിക്കോട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു 10-30,000 ആളുകൾ നിൽക്കുകയാണ്. കാരണം നമുക്കറിയാം, ജോലിയില്ല, പണിയില്ല, ഇന്നത്തെ സാഹചര്യമല്ല. അന്ന് പട്ടാളത്തിലേക്ക് ചേരാൻ വേണ്ടി ഇത്രയും ആളുകൾ നിൽക്കുക. അപ്പോൾ അവിടെയുള്ള ഓഫീസർ പറഞ്ഞു, 10ാം ക്ലാസ്സുകാർ പാസ്സായവർ മാത്രം നിന്ന. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു 12,000 പേര് തിരിച്ചു പോയി. പക്ഷെ പിന്നെയും കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ അധികം ജനം നിൽക്കുകയാണ്. അപ്പോൾ ഓഫീസർ പറഞ്ഞു, ഇനി BA-ക്കാർ മാത്രം നിന്നാൽ മതി. അദ്ദേഹം ഹിന്ദിയിൽ പറയുന്നു, ഒരാൾ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് പറയുന്നു, BA-ക്കാർ മാത്രം നിന്നാൽ മതി, വേറെ ആരെയും എടുക്കുന്നില്ല, ഞങ്ങൾക്ക് 53 പേരെയാണ് വേണ്ടത്, ഈ 30,000 പേരെ ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് പോലീസും പട്ടാളവും എല്ലാം പറഞ്ഞു. അവസാനം ജനം പിരിഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കമാൻഡർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഈ കോഴിക്കോട് വെസ്റ്റയിൽ അത് 7 കിലോമീറ്റർ ഉണ്ട്, ഈ 7 കിലോമീറ്റർ മല അന്നുണ്ടായിരുന്ന റോഡാണ്, പിൽക്കാലത്ത് അതെല്ലാം കുറച്ചു. ഈ 7 കിലോമീറ്റർ നിങ്ങൾ ഓടി വരിക, ആദ്യം വരുന്ന 50 പേരെ എടുക്കുമെന്ന് പറഞ്ഞു. ആളുകൾ ഓട്ടം തുടങ്ങി, ഞാനും ഓടാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓടിയിട്ടില്ല, കാര്യം കൂലിപ്പണിയൊക്കെ എടുത്ത് നടന്നിട്ടാണെങ്കിലും ഇന്ന് നമുക്കറിയാം, നഗരങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ഒരു ഓട്ട പരിശീലനമൊക്കെ ഉണ്ട്. ഉൾഗ്രാമത്തിൽ ജീവിച്ച് എനിക്ക് ഓടാൻ അറിയത്തില്ല. ഞാൻ കുറച്ചു നേരം ഓടി നോക്കുമ്പോൾ ഒരു 10,000-ഓളം ആളുകൾ എൻ്റെ മുമ്പിൽ കയറിപ്പോയി. അപ്പോൾ പട്ടാളത്തിലേക്ക് ജോലി കിട്ടുകയില്ല എന്ന് ഉറപ്പായി. ഞാൻ ഒരു മലയുടെ താഴെക്കൂടെ ഓടുന്നു, ഇങ്ങനെ കണ്ണുയർത്തി ഒരു വീടിന് മുമ്പിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കറുത്ത പട്ടി നിൽക്കും. പട്ടിയെ എനിക്ക് പണ്ടേ പേടിയെ. എന്തായാലും ഈ പട്ടിയെ ഇത്രയും ആളുകളുടെ ഇടയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ പട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്തു. നിങ്ങൾ വിശ്വസിക്കണം, എനിക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. ആ പട്ടി അവിടുന്ന് കുരച്ചുകൊണ്ട് ചാടി എൻ്റെ പുറകെ വന്നു.
പട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദനയാണ്. ഞാൻ പ്രാണവേദനയോടെ മഹാഭയത്തോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പട്ടി വേറെ ആരിലേക്കും തിരിയുന്നില്ല, എൻ്റെ പുറകെ മാത്രം പട്ടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുരുക്കമായി പറയട്ടെ, ഫിനിഷിംഗ് പോയിന്റിന് 50 മീറ്റർ മുമ്പ് ഒരു ചുണ്ണ കൊണ്ട് ഒരു വര വരച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേ എൻ്റെ മുമ്പിൽ വെറും 3 പേര് മാത്രമേ ഉള്ളൂ. അവിടെ വരെ പട്ടി എന്നെ ഓടിച്ചു. ഞാൻ ഓടി 4ാമതിനായി 10-30,000 ആളുകൾ ഓടുന്നതിനിടയ്ക്ക് ഞാൻ പോയി അതിനകത്ത് പോയി കയറി. അന്ന് എന്തിനാണ് ഈ പട്ടി എന്നെ ഓടിച്ചതെന്ന് അറിയത്തില്ലെങ്കിലും ഇന്ന് ഈ ഒരു നിമിഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആരംഭത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ, 4800ഓളം ഗ്രാമങ്ങളിൽ പോകാൻ കർത്താവ് സഹായിച്ചു. ഇത് എങ്ങനെ സഹായിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടെ നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായും ദൈവവേല ചെയ്യുന്നവരാണ്. അവർ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പോകും? ഒരു പ്രസ്ഥാനം കൊടുക്കുന്നത് ചിലപ്പോൾ 2500 രൂപ, ചിലപ്പോൾ 3000 രൂപയാണ്. അതിൽ വാടക കൊടുക്കണം, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു വണ്ടിക്കൂലി മുടക്കി എവിടെയും പോകുവാനില്ലാത്തത് കൊണ്ടാണ് പല ദൈവദാസന്മാരും ഇങ്ങനെ സുവിശേഷമായിട്ട് കടന്നു പോകാൻ കഴിയാത്തത്. അപ്പോൾ എൻ്റെ ദൈവം നോക്കുക, അന്നേ പദ്ധതി ഇട്ടിരുന്നു. നമ്മള് പ്രിയ സഹോദരി ഇന്നാണ് കാണുന്നത്, എന്നെ കാണുന്നവര്, ഈ വീക്ഷിക്കുന്നവര്, നമ്മളൊക്കെ ഇന്നാണ് പരസ്പരം കാണുന്നതെങ്കിലും നമ്മുടെ ദൈവം നമ്മളെ ഇന്നല്ല കണ്ടത്. ഈ രാജസ്ഥാൻ ഉണ്ടാകുന്നതിന് മുമ്പ്, കേരളം ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മളെ കണ്ടതാണ്. അവന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി വലിയതാണ്. പലപ്പോഴും നമുക്കത് മനസ്സിലാകുന്നില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങള്, ദൈവത്തിൻ്റെ യോജന നമുക്ക് വെളിപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും സംശയിച്ചു പോകുന്നത്. എനിക്കറിയാം, ആ പട്ടി എന്നെ ഓടിച്ച് ഈ 30,000 ആളുകളുടെ അകത്ത് നിന്ന് 4ാമനാക്കി എന്നെ അവിടെ എത്തിച്ചത്, എന്നെ പട്ടാളത്തിൽ കയറ്റിയിട്ട് എന്നെ റിട്ടയർ ചെയ്ത് ഒരു പെൻഷൻ ലഭിക്കുന്നത്, ആ പെൻഷൻ കൊണ്ടാണ് ഞാൻ രാജസ്ഥാനിൽ ഈ ഗ്രാമങ്ങളെല്ലാം പോയത്. ആ സുവിശേഷത്തിൻ്റെ എങ്ങനെ സുവിശേഷീകരിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ അവസാനമായിട്ട് വരാം. എന്നാൽ അങ്ങനെ അവിടെ ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇനി അടുത്തത് ഫിസിക്കൽ ടെസ്റ്റാണ്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിന് ഞങ്ങളൊരു 100ഓളം ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ആരെയും എടുത്തിട്ടില്ല. ഒരു 100ഓളം ആളുകളെ ഓടി വന്നവർ 100ഓളം ആളുകളെ എടുത്തു. ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ഓഫീസറുടെ മുമ്പിൽ വെക്കണം. അവിടെ ഒരാൾ ഒരു സ്റ്റാമ്പ് അടിക്കും, ഉയരം എത്ര, വെയിറ്റ് എത്ര, എല്ലാം എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ എൻ്റെ മുമ്പിൽ നിന്ന ഒരാൾ 10ാം ക്ലാസ് പാസ്സാണ്. ഈ ഓഫീസർ അദ്ദേഹത്തെ രൂക്ഷമായ രീതിയിൽ, നമുക്ക് എന്താ പറയുന്ന അറിയത്തില്ല, വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെറിയാണ് പറയുന്നത്. ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്നോട് പറഞ്ഞതല്ലേ BA-ക്കാർ നിന്നാൽ മതി, നീ 10ാം ക്ലാസ്സുകാരനാണെന്ന് പറഞ്ഞ് അവൻ്റെ മുകളിൽ ഭയങ്കരമായി ഷൗട്ട് ചെയ്യാണ്. ഞാനാണെങ്കിൽ പട്ടാളത്തിൽ 9 ഫെയിൽ എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, 8 പാസ്. അപ്പൊ ഞാൻ 8 പാസിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലായി, ഇവിടുന്ന് ഇദ്ദേഹം എന്നെ ഉപദ്രവിക്കാൻ തിരിച്ചിറക്കി വിടും. അയാള് മറ്റേ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ അവിടെ വെച്ചു. ഒരാൾ പറഞ്ഞു കയറി നിൽക്കുക, ഹൈറ്റ് എത്ര, 174, വെയിറ്റ്. അപ്പൊ വെയിറ്റ് കൂട്ടാൻ ഞാൻ എന്ത് ചെയ്തു, ഓട്ടത്തിൽ പാസ്സായപ്പോഴേ ഒരു 3 കിലോ ഏത്തപ്പഴം മേടിച്ച് ഞാൻ കടയിൽ നിന്ന് മേടിച്ച് തിന്ന് വെള്ളവും കുടിച്ച് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഇത് തൂക്കുമ്പോൾ വെയിറ്റ് കാണണമല്ലോ. അങ്ങനെ ഏതാണ്ട് 50 കിലോയ്ക്ക് മുകളിലുണ്ട്. അപ്പൊ അവർ 51 കിലോ എന്ന് അവിടെ രേഖപ്പെടുത്തി. അപ്പോഴും ഈ ഓഫീസർ ഇയാൾ പറയുന്നത് അവിടെ എഴുതുന്നുണ്ടെങ്കിലും വഴക്ക് മറ്റവനെയാണ് പറയുന്നത്. ദൈവം ആ മനുഷ്യന്റെ കണ്ണിനെ കുരുടാക്കിയെന്ന്, അല്ലെങ്കിൽ കണ്ണ് കെട്ടിയെന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ 10ാം ക്ലാസ്സുകാരനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ഓഫീസർ എൻ്റെ ഇതില്, അങ്ങനെ ഞാൻ പട്ടാളത്തിലേക്ക് 1983 എൻ്റെ 18ാമത്തെ വയസ്സിൽ പട്ടാളത്തിലേക്ക് സെലക്ഷനായി. അന്ന് പട്ടാളത്തിൽ പോയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ചെരുപ്പ് ഇല്ലാത്ത, ലുങ്കി ഉടുത്തുകൊണ്ട് ബാംഗ്ലൂരിൽ പോയ. അന്ന് 10 രൂപയാണ് അവർ നമുക്ക് നൽകിയത്. അതുകൊണ്ട് ടിക്കറ്റ് എല്ലാം അവർ തന്നെ എടുക്കുമായിരുന്നു. ഞങ്ങളെ അവിടുന്ന് ഒരു 53 പേരെ അവിടുന്ന് കയറ്റി ബാംഗ്ലൂരിൽ എത്തിച്ചു. ഞാൻ സത്യം പറയുകയാണ്, ബാംഗ്ലൂരിലെത്തി കഴിഞ്ഞപ്പോൾ രാത്രി
അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. 3 നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, ലഞ്ച് കഴിച്ചത്, ഡിന്നർ കഴിച്ചത്, വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചത് ഞാൻ പട്ടാളത്തിൽ ചെന്നതിന് ശേഷമാണ്. വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നല്ല, എന്നാൽ ഇതുപോലെ ആഴ്ചയിൽ 3 ദിവസം നല്ല നോൺ വെജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലഭിച്ചത്. പൊതുവെ പട്ടാളത്തിലെ ഭക്ഷണത്തോട് എല്ലാവർക്കും പുച്ഛമാണ്, കൊള്ളത്തില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഇതിൽ പരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫുഡില്ല. അങ്ങനെ ഞാൻ പട്ടാളത്തിൽ ജോലിക്ക് കയറി. 1983 ഞാൻ പട്ടാളത്തിൽ കയറുന്നത്. പട്ടാളത്തിൽ കയറിയപ്പോൾ പഴയ രീതിയിലുള്ള എഴുത്തുകൾക്ക് പ്രോബ്ലം വന്നു. ഇപ്പോൾ എഴുതാൻ പറ്റത്തില്ല. പേര് മാറ്റി മംഗളത്തിലും മനോരമയിലും എഴുതി. കേരള ശബ്ദത്തിൻ്റെ ഒരു വായനക്കാരനും ജോസഫ് എടമറുക് ഡൽഹി ബ്യൂറോ ചീഫുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അദ്ദേഹം എനിക്ക് വായിക്കാൻ തന്നത് ഞാൻ വായിച്ചു. ആ പുസ്തകം ഇങ്ങനെയായിരുന്നു: ഗംഗയുടെ അടുക്കൽ താമസിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഗംഗാജലം കൊണ്ടുവരണം. അങ്ങനെ ഗ്രാമത്തിൽ വന്നു, ഗംഗാജലം കൊണ്ട് കൊടുക്കും. ഒരിക്കൽ ഗ്രാമത്തിൽ വരുമ്പോൾ ഗംഗാജലം കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ ആ മനുഷ്യൻ റെയിൽവേ സ്റ്റേഷനിലെ ടാപ്പിൽ നിന്ന് വെള്ളത്തിൽ കുപ്പിയിൽ വെള്ളം പിടിച്ച് ആ ഗ്രാമത്തിൽ കൊണ്ടു കൊടുത്തു. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഓരോരുത്തർ പറഞ്ഞു, അത്ഭുതം, കുഞ്ഞുങ്ങളില്ലായിരുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഒരു മരത്തിന്റെ ചോട്ടൊഴിച്ചു, കായ്ക്കാത്ത ഒരു മരം, ആ തെങ്ങ് കായ്ച്ചു. അങ്ങനെ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ അതുവരെയും വിശ്വാസിയായിരുന്ന ഒരു ഹിന്ദു വിശ്വാസിയായിരുന്ന ഈ മനുഷ്യൻ അന്ന് മുതൽ നിരീശ്വരവാദിയാണ്. ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ ഒരു ചെറിയ സാഹിത്യകാരൻ എന്ന നിലയിൽ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും, വേൾഡ് ക്ലാസിക്കുകൾ, അങ്ങനെ കിട്ടാവുന്ന എന്ത് പുസ്തകം അതെല്ലാം വായിക്കുമായിരുന്നു. ഈ പുസ്തകം വായിച്ചപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലെ സംഭവം. യേശുവോ മറിയമോ ഔസേപ്പുണ്യാളനോ അയ്യപ്പനോ അല്ലാഹു ഒന്നും അല്ല. ഇതൊന്നുമല്ല ദൈവം. യഥാർത്ഥമായ ദൈവം നമ്മൾ തന്നെയാണ്. നമ്മളെ വിചാരമാണ്, നമ്മുടെ വിശ്വാസമാണ്. ആ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 19 വയസ്സ് കഴിഞ്ഞു. 7 മാസം കഴിഞ്ഞപ്പോൾ, 19 വയസ്സും 7 മാസവും ഉള്ളപ്പോൾ, അതായത് പട്ടാളത്തിൽ കയറി ഏറെക്കുറെ 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നിരീശ്വരവാദിയായി. ഇപ്പോൾ എനിക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. ദൈവമില്ല. അപ്പോൾ ദൈവമില്ല എങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരുപാട് നല്ല നിരീശ്വരവാദികളുണ്ട്. ക്ഷമിക്കണം ഞാൻ അങ്ങനെ പറയുമ്പോൾ, നിരീശ്വരവാദികൾ നല്ലവരാണ്. നല്ല സ്വഭാവമുള്ള, ദൈവത്തെ അംഗീകരിക്കാത്ത ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത ഒരുപാട് ആളുകൾ, ചിലർ നിരീശ്വരവാദിയായി, ചിലർ മറ്റ് മതങ്ങളിലൊക്കെ ആയി ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവർ നല്ല സ്വഭാവമാണ്, സൽസ്വഭാവികളാണ്. എന്നാൽ ഒരു നിരീശ്വരവാദിക്ക് ദൈവഭയമില്ലെങ്കിൽ തെറ്റിപ്പോകാൻ ഇതിൽ പരം ഒരു കാര്യം വേണ്ട. 10 കൽപ്പനകളിൽ ഇനി ഒരു കൽപ്പനയുമില്ല തെറ്റിക്കുക. ദൈവഭയം ഇല്ലാത്തത് കൊണ്ട്, ആർക്കും കണക്ക് കൊടുക്കേണ്ടാത്തത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലും തെറ്റാൻ തുടങ്ങി. 1985 നവംബർ 22-ാം തീയതി. അപ്പോൾ ആ സാഹചര്യം ആയപ്പോഴേക്കും, അന്ന് പട്ടാളത്തിൽ കയറിയപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു വർഷം 200 രൂപ വെച്ചാണ് കിട്ടിയത്. അതിനുശേഷം ശമ്പളം 400 രൂപയായി, 420 രൂപയായി. അപ്പോൾ ഒരു 10-300 രൂപ എല്ലാ മാസവും വീട്ടിൽ അയച്ചു കൊടുക്കുവാൻ എനിക്ക് കിട്ടും. അപ്പോൾ ആ സാഹചര്യത്തിൽ ജ്യേഷ്ഠൻ ഭാരത് സർക്കസിൽ നിന്ന് മടങ്ങി വന്നു. ജ്യേഷ്ഠൻ്റെ ഭാര്യയുണ്ട്, അവരും ഭാരത് സർക്കസിലായിരുന്നു. ഒരു ചെറിയ കുഞ്ഞുണ്ട്, 8 മാസം പ്രായമായ ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ ആ കാലത്ത് മൊബൈലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ജ്യേഷ്ഠൻ എഴുതും. എഴുത്തിൻ്റെ മുകളിൽ 3X വരച്ചു വെക്കും. 3X റം കൊണ്ടുവരണം. 1985 നവംബർ മാസം 22-ാം തീയതി. അപ്പം ഞങ്ങളിങ്ങനെ മാറി മാറി താമസിക്കുകയാണ് ഓരോ സ്ഥലങ്ങൾ. അപ്പോൾ താമസിക്കുന്ന ഒരു പുതിയ സ്ഥലത്താണ്. അവിടെ ചോദിച്ചു കേട്ട് ഞാൻ എത്തി.
അപ്പം എൻ്റെ കൂടെ മറ്റ് കോഴിക്കോടുള്ള ഒരു പട്ടാളക്കാരനും എൻ്റെ കൂടെ വന്നിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മയുണ്ട്, ജ്യേഷ്ഠൻ്റെ ഭാര്യ, 8 മാസമായിട്ടുള്ള ഈ കുഞ്ഞ്. എത്തിയപ്പോൾ തന്നെ എൻ്റെ പെട്ടിക്കകത്ത് നിറയെ ഒരു പട്ടാളക്കാരൻ്റെ ജീവിതത്തിൽ അവന് സമ്പാദ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് കുറേ കള്ളുകുപ്പിയും ഈ ഇങ്ങനെ നാട്ടിൽ കൊണ്ടുപോയി കുടിപ്പിക്കുന്ന കുറേ സുഹൃത്തുക്കളുമാണ് മിക്കവാറും പേർക്ക് ബാക്കി കാണുകയുള്ളൂ. എൻ്റെ കാര്യവും ഭിന്നമായിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഉടനെ ജ്യേഷ്ഠൻ ഈ കുപ്പിയിൽ നിന്ന് വെള്ളം പോലും ചേർക്കാതെ കുറേ എടുത്തങ്ങ് കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 12 ആളുകൾ, അപ്പോൾ ഒരു പുതിയ സ്ഥലമാണ്, ഒരു 12 ആളുകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അന്ന് ഞാൻ രാജസ്ഥാനിലെ ബിക്കാനർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് കഴിക്കാൻ നല്ല റസ്ഗുള്ള, ഒരു മധുരപലഹാരമാണ്, മിച്ചർ, പിന്നെ ഈ കള്ളുകുപ്പി, ഇതാണ് എൻ്റെ കയ്യിലുള്ളത് പെട്ടിക്കകത്ത്. അപ്പോൾ ഈ റസ്ഗുള്ളയും ഈ മിച്ചറും വന്ന അതിഥികൾക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു ഓലപ്പുരയാണ്. ഓലപ്പുര എന്ന് പറഞ്ഞാൽ മുകളിൽ മാത്രമല്ല മുകളിൽ ഓല മേഞ്ഞത്, ഭിത്തിയില്ല, ഭിത്തിയും ഓല കൊണ്ട് മറച്ചതാണ്. അത്രയും ദാരിദ്ര്യത്തിലായിരുന്നു ഞങ്ങൾ. തറ അന്ന് കാലത്ത് ചാണകം മെഴുകിയ വീടായിരുന്നല്ലോ. അങ്ങനെ ഓലപ്പുരയിലാണ് താമസം. അപ്പോൾ 2 റൂമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നിൽ അടുക്കളയും, ആ അടുക്കളയിൽ അമ്മ കിടക്കും, മറ്റേ റൂമിൽ ജ്യേഷ്ഠനും ഭാര്യയും. ഇങ്ങനെ 2 റൂമേ ഉള്ളൂ. വരുന്നവർ കയറിയിരുന്നത് ഈ ആദ്യത്തെ റൂമിലായിരുന്നു. ചായ ഇടാം എന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ്റെ ഭാര്യ ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് പോയപ്പോൾ ആ 12 പേര് പെട്ടെന്ന് ഷർട്ടിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മലപ്പുറം കത്തി, 2 തലയും മൂർച്ചയുള്ള വാള്, ഒരു വലിയ വടിവാളാണത്, ഉള്ളതുകൊണ്ട് കത്തി എന്ന് വേണമെങ്കിലും പറയാം. ആ കത്തി പെട്ടെന്ന് അവർ പുറത്തെടുത്ത് ആദ്യം അവർ അമ്മയ്ക്കിട്ട് കുത്തി. അമ്മയ്ക്ക് 2 കുത്തേറ്റു, ചെസ്റ്റിനും തോളത്തും 2 കുത്തേറ്റു. എൻ്റെ ഈ റിബിനിടയിലൂടെ റിബ് പൊട്ടിച്ചുകൊണ്ട് ഒരു കത്തി താഴ്ന്നിറങ്ങി. ഒരു കത്തി എൻ്റെ പുറത്ത് കുത്തി കയറി. ആ കത്തി അവർക്ക് ഊരാൻ പറ്റിയില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലായില്ല. എൻ്റെ വീട്ടിൽ വെച്ചിരുന്ന ഒലക്ക എടുത്തിട്ട്, അപ്പോൾ ഒരാൾ വലിയൊരു കല്ല് കൊണ്ടുവന്ന് എൻ്റെ തലയ്ക്കിട്ട് ഇങ്ങനെ ഇടിച്ചു. ഞാൻ അവിടെ വീണുപോയി. അപ്പം ഞാൻ വീണത് വീടിൻ്റെ മുറ്റത്താണ്. അവിടെ ഇട്ട് ഈ ഒലക്ക എടുത്ത് അവരെന്നെ ഇങ്ങനെ അടിച്ച് കൊല്ലുകയാണ്. ഈ സാഹചര്യത്തിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യ എൻ്റെ മുകളിൽ വന്ന് വീണിട്ട്, അപ്പോൾ അടി ആ ചേച്ചിക്കായി. ചേച്ചിയുടെ പുറത്ത് ഒലക്ക കൊണ്ടുള്ള അടി വീഴുകയാണ്. അപ്പം ഞാൻ ചേച്ചി അങ്ങനെ കെട്ടിപ്പിടിച്ചു, കൈ കൊണ്ട് ഇറുക്കി പിടിച്ചപ്പോൾ എൻ്റെ കൈക്കായി ഒലക്കട്ടുള്ള അടി. ചേച്ചി എൻ്റെ ചെവിയിൽ പറഞ്ഞു, ചേട്ടൻ മരിച്ചുപോയി എന്ന്. ഇതിനിടയ്ക്ക് ജ്യേഷ്ഠനെ നോക്കാൻ കഴിഞ്ഞില്ല. ജ്യേഷ്ഠൻ ഭാരത് സർക്കസിലായിരുന്നല്ലോ. ജ്യേഷ്ഠൻ നല്ലൊരു അഭ്യാസി കൂടിയായിരുന്നു. പക്ഷേ ഇവര് 10 പേരും, ഏറെക്കുറെ ഒരു 8-9 പേര് ഇവര് ജ്യേഷ്ഠനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തത്. എൻ്റെ ജ്യേഷ്ഠന് 26 കുത്തുണ്ടായിരുന്നു. നെഞ്ചെല്ലാം പിളർന്നു, വയറെല്ലാം പൊട്ടി, അതിനകത്തുള്ള ആന്തരേന്ദ്രിയങ്ങളെല്ലാം വെളിയിൽ വന്നു. ജ്യേഷ്ഠൻ കത്തി പിടിക്കുവാൻ ശ്രമിച്ചു, വിരലുകളും എല്ലാം മുറിഞ്ഞു. 8 വയസ്സുള്ള ജ്യേഷ്ഠൻ്റെ കൊച്ചിനെ അവർ വലിച്ച് എറിഞ്ഞായിരുന്നു. ഭിത്തി ഇല്ലാത്തത് കൊണ്ട്, ആ ഓലയുടെ ഭിത്തി ആയതുകൊണ്ട് ആ ഭിത്തിയിൽ പോയാണ് ആ കുഞ്ഞ് വീണത്. ആ കുഞ്ഞിനെയും അവർ ഉപദ്രവിച്ചു. അങ്ങനെ ഇവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം ഉറപ്പാണ്. ആ സാഹചര്യത്തിൽ ഞാൻ മുഖാന്തരം ആ ചേച്ചിയും മരിച്ചു പോകും. ഞാൻ മരിച്ചതുപോലെ അഭിനയിച്ചു. അപ്പൊ അന്ന് എഴുത്ത് മാത്രമല്ല, അഭിനയവും എനിക്കറിയാമായിരുന്നു. ഇത് യഥാർത്ഥമായൊരു അഭിനയം. പല സ്റ്റേജുകളിൽ, പല സ്ഥലങ്ങളിൽ നാടകം, കഥാപ്രസംഗങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറിജിനലായിട്ട് അഭിനയിക്കുകയാണ്. മരിച്ചതുപോലെ കിടന്നു, ശ്വാസം എടുക്കാതെ ഇങ്ങനെ കിടന്നു.
അവർ വിരൽ കൊണ്ടെന്ന് വെച്ചിട്ട് ആ പട്ടാളക്കാരനും തീർന്നടാ എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടി പോവുകയാണ്. എൻ്റെ കൂടെ വന്ന പട്ടാളക്കാരൻ, അത് കോഴിക്കോട് നിന്ന് വന്നത്, അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. കാരണം ഇത്രയും ആളുകളോട് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഓടി എവിടെയെങ്കിലും പോയി ആളെ വിളിച്ചുകൊണ്ട് വെക്കാന്ന് പറഞ്ഞാൽ കാടാണ്, ഓരോരുത്തർക്ക് 10ഉം 15ഉം ഏക്കർ സ്ഥലമുണ്ട്, മലബാറിലെ കാര്യമാണ്. അങ്ങനെ വഴിതെറ്റി ആരെയും വിളിക്കാൻ കഴിഞ്ഞില്ല. ഒരു 45 മിനിറ്റിന് ശേഷം അറിഞ്ഞു കേട്ട് ആളുകൾ വന്നു. ആളുകൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ബോധമുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുപോയ എൻ്റെ കയ്യിൽ ഒരു 3000 രൂപ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. വേറെ ഒന്നുമില്ല, 10 പൈസയ്ക്ക് വരുമാനമില്ല. അങ്ങനെ അത് ആ നാട്ടുകാരെ ഞാൻ പറഞ്ഞു, ജ്യേഷ്ഠനെ ആദ്യം എടുക്ക്. അവർ ജ്യേഷ്ഠനെ എടുത്തില്ല. ഞങ്ങളെ ഓരോരുത്തരെയായിട്ട് എടുത്ത് ഒരു മല ഇറങ്ങി ഒരു 1 കിലോമീറ്റർ താഴെ ജീപ്പ് വന്നേക്കും. അങ്ങനെ ആ ജീപ്പിൽ ഹോസ്പിറ്റലിലേക്ക്, കാഞ്ഞങ്ങാട് ഹോസ്തുർഗ് താലൂക്ക് ആശുപത്രിയിൽ അമ്മയെ, ജ്യേഷ്ഠൻ്റെ ഭാര്യയെ, കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ ആ സാഹചര്യത്തായപ്പോഴേക്കും ഞാൻ ഇങ്ങനെ വീണ് കിടക്കുകയായിരുന്നല്ലോ, പുറത്തെ കത്തി എടുക്കാൻ പറ്റിയില്ല. നെഞ്ചിനകത്തിറങ്ങിയ കത്തി രക്തസ്രാവം വെളിയിൽ വരാതെ അത് വയറിനകത്തോട്ട് വന്ന് വയറിങ്ങനെ പൊട്ടിപ്പോവുകയാണ്. ഇപ്പോൾ കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ എന്നെ എടുക്കുന്നില്ല. അങ്ങനെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു, DYFIക്കാരനായിരുന്നു. അവര് ആ നാളുകളിൽ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, RSS ആകട്ടെ, ആ നാട്ടില് ഏത് പാർട്ടി ആയാലും കൊല്ലും കൊലയും സാധാരണമായിരുന്നു. ചീമേനി, കണ്ണൂര്, കാസർഗോഡ് ഭാഗങ്ങൾ 1980-നും 90-നും ഇടയ്ക്ക് ഒരു തലവെട്ടാത്ത കേസ് അല്ലെങ്കിൽ മരണമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. കണ്ണൂരെന്ന് പറഞ്ഞ ആളുകൾക്ക് പേടിയായിരുന്നു. ഇന്ന് അതിനൊക്കെ മാറ്റം വന്നു. ഇന്നും പ്രശ്നങ്ങളുണ്ടെങ്കിലും. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് പാർട്ടിയല്ല, അന്ന് ആ പാർട്ടിക്കാര് ഒരു പിരിവെടുത്ത് ഞങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പൊ ജ്യേഷ്ഠന്റെ മരണവിവരം പത്രത്തിൽ വായിച്ച് പിതാവ് മടങ്ങി വന്നു. അത് തലേ ദിവസം ഒരു ജാഥ കടന്നു പോയപ്പോൾ ഒരു കോൺഗ്രസ്സുകാരുടെ വീടിന് മുമ്പിൽ നിന്ന് ആ ജാഥ കുറെ ഇൻക്ലാബ് വിളിച്ചു. അപ്പൊ ജ്യേഷ്ഠൻ ആ കൂടെ ഉണ്ട്. ആ ഒരു വൈരാഗ്യം, ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ DYFIയുടെ ഒരു നല്ല പ്രവർത്തകനാണ്. ആരെങ്കിലും ഒരു സഹോദരി റേഷൻ ചുമന്നുണ്ട്, അപ്പോൾ വാഹന സൗകര്യങ്ങളില്ല, തലയിൽ റേഷൻ മേടിച്ച് മലകളൊക്കെ ചുമന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജ്യേഷ്ഠൻ ആരെ കണ്ടാലും അവരോട് ആ കെട്ട് മേടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തനം മാത്രമല്ല, ഒരു പരോപകാരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ ഈ പാർട്ടിയുടെ മുൻ സ്ഥാനത്തിലേക്ക് വന്നു. അപ്പൊ ഇവിടെ കൊണ്ട് ജാഥ വിളിപ്പിച്ചത് ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞ് അവര് പിറ്റേ ദിവസം ഇതുപോലെ ആക്രമിക്കുകയായിരുന്നു. അങ്ങനെ സകലരെയും തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. അപ്പൊ ജ്യേഷ്ഠന്റെ കുഴി എടുക്കുമ്പോൾ തന്നെ മംഗലാപുരത്ത് നിന്ന് വാർത്ത വന്നു, ആ പട്ടാളക്കാരനും മരിച്ചു. അങ്ങനെ എനിക്ക് വേണ്ടിയും കുഴി തയ്യാറായി. എന്നാൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി തികയ്ക്കുന്നതിന് മുമ്പ് ആരൊക്കെ നമ്മളെ കൊല്ലാൻ ശ്രമിച്ചാലും ഈ ലോകത്ത് നിന്ന് നമ്മൾ മാറ്റപ്പെടത്തില്ല. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയുകയില്ല. ഞാൻ പറയട്ടെ, 10ാമത്തെ ദിവസം എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഡിസ്ചാർജ് തരണം. എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയ കാര്യം എനിക്കറിയാം, പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം, അവർ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയത്തില്ല. അങ്ങനെ അവരുടെ അടുത്ത് പോകാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് എഴുന്നേറ്റ് പോലും നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്, നിങ്ങളെ പുറത്തെ കത്തി ഞങ്ങൾ ഊരിയെടുക്കുകയായിരുന്നു, പറ്റത്തില്ല. ഞാൻ നിർബന്ധിച്ചു. അപ്പോൾ ആ സമയത്ത് പട്ടാളത്തിൽ നിന്ന് ആള് വന്നു, എന്താണ് സംഭവിച്ചത്. അങ്ങനെ 11ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് കണ്ണൂർ ഒരു മിലിറ്ററി ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് ഒരു ട്രാൻസ്ഫർ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ മംഗലാപുരത്ത് എനിക്ക് കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ തന്നു. എന്നാൽ ഞാൻ ആ ബാൻഡേജ് കെട്ടിയ ആ കെട്ടോടെ തന്നെ എൻ്റെ അമ്മയെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ ചെന്നു.
അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ കൈ 2 സ്ഥലത്ത് ഒടിഞ്ഞിട്ടുണ്ട്, കുഞ്ഞിന് പരിക്കുണ്ട്, അമ്മയ്ക്ക് കുത്തേറ്റ പരിക്കുകളുണ്ട്. അമ്മ അന്ന് മാനസികമായി അമ്മയുടെ മാനസിക നില തകർന്നു പോയി. സ്വന്തം നോക്കുക, 7 മക്കളുണ്ടായിരുന്നു. 4 മക്കള് രോഗം മൂലം ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോയി. ഒരു മകനെ ഇതാ, 3 മക്കളിലെ ഒരു മകനെ ഇതാ ആളുകൾ കുത്തിക്കൊല്ലുന്നു. ആ കാഴ്ച കണ്ട് അമ്മയുടെ മനസ്സ് അവിടെ ഇളകിപ്പോയി. അമ്മ മരിക്കുന്നവരെ 2017 വർഷത്തിൽ 2017 മരിക്കുന്നവരെ അമ്മ ഒരു മാനസിക രോഗിയായിരുന്നു. ഈ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് വരെയും, ഇപ്പോൾ അവന് 35 വയസ്സ് പ്രായമുണ്ട്, ജ്യേഷ്ഠൻ്റെ മകന് വരെയും ഈ കത്തി കണ്ടാൽ പേടിയാണ്. അങ്ങനത്തെ ഒരു ഭയമാണ് ഈ ഒരു സംഭവത്തിലൂടെ. എന്തായാലും കുറച്ച് ആ നാട്ടുകാരെ സഹായിച്ചത് കൊണ്ട്, പാർട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, കമ്മ്യൂണിസ്റ്റുകാരാണ് മുൻപന്തിയിൽ നിന്നതെങ്കിലും എന്നെ അറിയാവുന്ന സകലരും അന്ന് കാലത്ത് 25 പൈസ 50 പൈസ ഒക്കെ ഇട്ട് അവര് നമ്മളെ കാര്യങ്ങൾ നടത്തി, ഹോസ്പിറ്റലിൽ ഒരു ഫണ്ട് ഉണ്ടാക്കി. ഞാൻ പട്ടാളത്തിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പോൾ മുൻപ് ഞാൻ ആ പ്രായത്തിൻ്റെതായിരിക്കും, ആ മുറിവുകളൊക്കെ ക്രമേണ ഉണങ്ങി. ഞാനൊരു ഡോക്ടറെ അടുത്തും പോയില്ല. വേദന സഹിക്കാനായിട്ടുള്ള അപാരമായ ഒരു ശക്തി ദൈവം ആരംഭത്തിൽ തന്നെ എനിക്ക് തന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ നിരീശ്വരവാദി എന്ന് പറയുന്നത് തെറ്റായിരിക്കും, മറിച്ച് ദൈവത്തോട്, ദൈവത്തിന്റെ ആളുകളോട് ഭയങ്കരമായ വിദ്വേഷം. അങ്ങനെ ഒരു യേശുവിന്റെ കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉപദ്രവിക്കാൻ ചെല്ലും. നിരീശ്വരവാദിയായ എനിക്ക് ദൈവമില്ലെന്ന് സ്ഥാപിക്കുവാൻ വളരെ എളുപ്പമാണ്. ചുരുക്കം പറയട്ടെ, ദൈവം, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ കണ്ടിട്ട് തന്നെ കാര്യം, ആ ദൈവത്തെ കൊന്നിട്ടേ ഉള്ളൂ എന്നൊക്കെയുള്ള ബാലിശമായ ചിന്തകളായിരുന്നു ആ കാലത്ത്. ക്രമേണ വിവാഹിതനായി, 2 കുഞ്ഞുങ്ങളുണ്ട്. 2000 വർഷം 2000-ലെത്തി. അപ്പോൾ ഒരു തികഞ്ഞ മദ്യപാനിയായ എനിക്ക് പണമില്ല, വീട്ടിൽ അമ്മ രോഗിയാണ്, പിതാവ് വാർദ്ധക്യത്തിലാണ്, ജോലി ചെയ്യാൻ പറ്റത്തില്ല. ജ്യേഷ്ഠൻ്റെ ഭാര്യയെ വേറെ വിവാഹം കഴിപ്പിച്ചയച്ചു. ഞങ്ങൾ തന്നെയാണ് വിവാഹം കഴിപ്പിച്ചയച്ചത്. ഒരു ചെറിയ പ്രായമായിരുന്നതുകൊണ്ട് ആ കുഞ്ഞുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങളുണ്ട്. എൻ്റെ ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. പട്ടാളത്തിലെ ചെറിയ ശമ്പളമേ ഉള്ളൂ. ഇന്ന് നല്ല ശമ്പളമാണ്, പക്ഷേ അന്ന് കാലങ്ങളിൽ വളരെ ചെറിയ ശമ്പളമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വലിയ മദ്യപാനിയായി. ഇപ്പോൾ ദിവസം 1 കുപ്പി കുടിച്ചാലും ഒന്നും ആകാത്തൊരു സ്ഥിതി ആയപ്പോൾ ജോധ്പൂർ, രാജസ്ഥാന്റെ ജോധ്പൂരിലെ അതിൻ്റെ അതിർത്തി പ്രദേശമായ ജയ്സൽമീർ, ബാഡ്മീർ എന്ന സ്ഥലങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നും ഈ സ്മഗ്ലിങ്ങിൻ്റെ ഐറ്റങ്ങൾ വരും, മയക്കുമരുന്നുകൾ. അപ്പോൾ 10 രൂപ കൊടുത്താൽ മയക്കുമരുന്നുകൾ ലഭിക്കും, അഫീം അങ്ങനെയുള്ളതായ ഐറ്റങ്ങൾ ലഭിക്കും. ഞാൻ ഈ ഡ്രഗ് അഡിക്റ്റായി. നന്നായി ജോലി ചെയ്യും, ഡ്രഗ് അടിച്ചിട്ടാണെന്ന് മാത്രം. എന്നെ ആർക്കും ഒരു സ്നേഹമില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, വെറുപ്പോടെ ആണ് എന്നെ കാണുന്നത്. ജ്യേഷ്ഠനെ കൊന്നവൻ എന്ന് നാട്ടിൽ ഞാനാണ് കൊന്നത് എന്നാണ് അവർ പറഞ്ഞുണ്ടാക്കിയത്. കുടുംബ വഴക്കായിരുന്നു. ജ്യേഷ്ഠനെ ഇവർ തമ്മിലുള്ളതായ വഴക്കിലാണ് കൊന്നതെന്നൊക്കെയാണ്. അവർക്ക് അതിനുള്ള സ്വാധീനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെയായി. എന്തായാലും ആ കേസ് ശിക്ഷിച്ചിരുന്നു. 5 വർഷം അവരെ ശിക്ഷിച്ചെങ്കിലും ഹൈക്കോടതിയിൽ പോകാൻ നമുക്കാരും ഇല്ലാത്തത് കൊണ്ട് ഹൈക്കോടതിയിൽ അവർ വാദിച്ച് ജയിച്ച് അവരെല്ലാം നിരപരാധികളെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയും ഞാനാണ് കൊന്നത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. എന്നാൽ പട്ടാളത്തിലെ ഓഫീസറിനെ വിവരം അറിയായിരുന്നു. അന്ന് ഞാൻ ബിക്കാനർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അന്ന് ബിക്കാനറിലെ എൻ്റെ കമാൻഡന്റ് ഒരു തോക്കെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ പോയി അവരെ വെടിവെച്ച് കൊന്നിട്ട് തിരിച്ചു വരിക. നീ പിടിക്കപ്പെട്ടാൽ നീ തോക്ക് മോഷ്ടിച്ച് ഇവിടുന്ന് ഓടിപ്പോയതാണെന്ന് ഞങ്ങൾ പറയും. പിടിക്കാതെ നീ തിരിച്ചു വന്നാൽ നീ പട്ടാളത്തിനകത്ത് ജോലി ചെയ്തിരുന്നെന്നും ഇവിടുന്ന് ആരും പോയിട്ടില്ലെന്നും ഇവനല്ല കൊന്നതെന്നും ഞങ്ങൾ സ്ഥാപിച്ചോളാം. നിരീശ്വരവാദിയായിട്ടും കൊല്ലാൻ ഞാൻ തയ്യാറായില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. ഒന്ന്,
ആ ദൈവത്തിന്റെ പദ്ധതി മുഖാന്തരം ഞാൻ പിടിക്കപ്പെട്ടാൽ എൻ്റെ അമ്മയ്ക്ക് ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് കുഞ്ഞിന് വേറെ ആരുമില്ല, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ കൊന്നില്ല. ഭീരു എന്ന് പറഞ്ഞ് പലരും എന്നെ കളിയാക്കിയെങ്കിലും ഞാൻ കൊന്നില്ല. അങ്ങനെ വർഷം 2000 ആയപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിനകത്ത് 5 ലിറ്റർ മണ്ണെണ്ണ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഭാര്യ ഒരു 1000 വട്ടം പറഞ്ഞു, ഇനി മദ്യപിക്കരുത്, ഇനി ഡ്രഗ് എടുക്കരുത്. പക്ഷെ ഞാൻ കേൾക്കത്തില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്. അങ്ങനെ ഭാര്യ 5 ലിറ്റർ മണ്ണെണ്ണയുമായി 2 മക്കളും എടുത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മണ്ണെണ്ണ എടുത്ത് ദേഹത്തൊഴിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ഇവിടെ തീരട്ടെ സകലതും. എനിക്ക് ഒരു പൈസ പോലും നിധിയില്ല, എപ്പോഴും കടം, ദാരിദ്ര്യം, ചെറിയ പ്രായം മുതൽ പട്ടിണി, ദുരിതം. എത്ര നാൾ ഇങ്ങോട്ട് പോകും? 40 വയസ്സായി. ഭാര്യ മരിക്കട്ടെ, എൻ്റെ കയ്യിൽ തോക്കുണ്ട്, പട്ടാളത്തിൻ്റെ തോക്കുണ്ട്. ആ തോക്കെടുത്ത് ഭാര്യയും കുഞ്ഞുങ്ങളും മരിച്ചാൽ ഞാൻ അതെടുത്ത് ടിഗർ വലിക്കാം, കഴുത്തിന് വെച്ച് ടിഗർ വലിക്കാമെന്നുള്ള ഒരു ഇതിൽ ഭാര്യ അങ്ങനെ മണ്ണെണ്ണ ഒഴിച്ചു. തീപ്പെട്ടി എടുത്തപ്പോൾ തീപ്പെട്ടിക്കകത്തും മണ്ണെണ്ണ പോയതുകൊണ്ട് അത് കത്തിയില്ല. ആ നാളുകളിൽ ഒരു പാസ്റ്ററുമായി, ആ പാസ്റ്ററുടെ പേര് PM തോമസ് എന്നാണ്, ആ പാസ്റ്ററുമായി ഞാൻ കണ്ടുമുട്ടുമായിരുന്നു. പലപ്പോഴും വാദപ്രതിവാദങ്ങൾ ഏർപ്പെടുമായിരുന്നെങ്കിലും ആ സാഹചര്യങ്ങളായപ്പോൾ പഴയ ഉത്സാഹമൊന്നും എനിക്കില്ലായിരുന്നു. ആരെ അവമാനിക്കാനോ ഉപദ്രവിക്കാനോ മാത്രമല്ല, അകത്ത് ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ ഞാൻ ബാലിശമായ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു. അന്ന് ആ മനുഷ്യനെ ദൈവം ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഭാര്യ മണ്ണയ്ക്കകത്ത് നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്, ഞാൻ വേറൊരു സൈഡിലിരിക്കുകയാണ്. അന്ന് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നു. അദ്ദേഹം തന്ന ബൈബിളാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. നോക്കുക, 2000 ഡിസംബർ 16 അദ്ദേഹം എന്നെ പാസ്റ്റർ കെ ജോയി, ഡൽഹിയിലെ പാസ്റ്റർ കെ ജോയിയുടെ ഒരു കൺവെൻഷൻ നടക്കുന്നു, അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. ഞാൻ എതിർക്കാതെ ഭാര്യയുടെ നിർബന്ധവും പ്രേരണയും മുഖാന്തരം ഞാൻ ആ കൺവെൻഷന് പോയി. ആ കൺവെൻഷനിൽ ചെന്നപ്പോൾ പാസ്റ്റർ എൻ്റെ അനുഭവങ്ങളാണ് വിളിച്ചു പറയുന്നത്, എൻ്റെ കാര്യമാണ് അവിടെ വിളിച്ചു പറയുന്നത്. നിന്നെ ദൈവം സ്നേഹിക്കുന്നു, ദൈവത്തിന് നിന്നെ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നതായ ശബ്ദം കേട്ടു. ഈ യേശുവിനെ ആർക്ക് വേണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഓടി സ്റ്റേജിൻ്റെ മുമ്പിൽ ചെന്ന് 2000 ഡിസംബർ 16 ആ യേശുവിനെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു. എൻ്റെ ഭാര്യ, ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടു. 2001 ഡിസംബറിൽ, ഒരു വർഷത്തിന് ശേഷം ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ. കുടിയില്ല, മദ്യപാനമില്ല, നല്ല മനുഷ്യനായി, പ്രാർത്ഥന, ബൈബിൾ വായന, അതുപോലെ തന്നെ പാസ്റ്റർ നല്ലൊരു ഇവാഞ്ചലിസ്റ്റ് ആയതുകൊണ്ട് ഞാനും നല്ലൊരു ഇവാഞ്ചലിസ്റ്റായി കാണുന്ന ആളുകളോട് മുഴുവൻ സുവിശേഷം പറയാൻ തുടങ്ങി. രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് ലഭിച്ചു. സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രസംഗിക്കാൻ തുടങ്ങി, സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. 2001 ഡിസംബറിൽ സ്നാനപ്പെടുകയാണ്. സ്നാനപ്പെടുമ്പോൾ ഭാര്യ അവർ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി വിവാഹബന്ധം വേർപെടുത്താൻ പോവുകയാണ്. ഇതാ പെന്തക്കോസ്താകാൻ പോകും. ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുവരെയും ഭാര്യ സ്നാനത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ അങ്ങനെ അവരുടെ മാതാപിതാക്കൾ വന്നു. കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ല, പിരിയാം എന്നുള്ള കണ്ടീഷനായി. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, ഏതായാലും നമ്മൾ പിരിയുകയാണല്ലോ, അവസാനമായി എൻ്റെ ഒരു ആഗ്രഹം എന്ന നിലയിൽ ഞാൻ സ്നാനപ്പെടുന്ന സ്ഥലം വരെ നിങ്ങളൊന്ന് വരണം, അതിനുശേഷം വന്ന് നമുക്ക് വിവാഹബന്ധം വേർപെടുത്താം. എന്തായാലും മാതാപിതാക്കൾ വന്നില്ല. ഭാര്യ അങ്ങനെ പറഞ്ഞത് മുഖാന്തരം വന്നു. ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എൻ്റെ അകത്തുണ്ടായിരുന്നു. ഇപ്പോൾ സ്നാനപ്പെട്ടപ്പോൾ അത്ഭുതകരമായ രീതിയിൽ ആ ഒരു സാമർത്ഥ്യം, ആ ഒരു ശക്തി എൻ്റെ ഭാര്യയിലേക്കും പ്രവേശിച്ചു. അങ്ങനെ ആ ഭാര്യ പിന്നീട്, ഞങ്ങളപ്പോൾ പട്ടാളത്തിലായിരുന്നുകൊണ്ട് അവിടുന്ന് ട്രാൻസ്ഫറായി അംബാലയിൽ പോയി. അംബാലയിൽ വെച്ച് എൻ്റെ ഭാര്യയും സ്നാനപ്പെട്ടു. അന്ന് മുതൽ തന്നെ 2000 മുതൽ, അതായത് രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ തന്നെ സുവിശേഷീകരണത്തിലേക്ക് ഞാൻ തിരിഞ്ഞു. പട്ടാളത്തിൽ ജോലി ചെയ്യുകയാണ്.
പട്ടാളത്തിൻ്റെ വലിയ ട്രക്കിനകത്ത് ന്യൂ ടെസ്റ്റ്മെൻറ്റുകൾ ലോഡ് ചെയ്യും. എന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി യൂണിഫോമിൽ ഈ ട്രാക്റ്റുകളും അതായത് നിയമപരമായി അത് തെറ്റാണ്, പക്ഷേ ജോലി പോയാലും സാരമില്ല, എനിക്ക് ഈ യേശുവിനെ, എന്നെ രക്ഷിച്ച യേശുവിനെ, ഞാൻ സമയക്കുറവ് കൊണ്ടതാണ് 14 ദിവസം ഞാൻ കാസർഗോഡ് ജയിലിൽ കടന്നിട്ടുണ്ട്. ജയിലിലെ നിയമങ്ങൾ എന്നെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല. 28 വർഷം പട്ടാളത്തിൽ ഞാൻ ജോലി ചെയ്തു. പട്ടാളത്തിലെ നിയമങ്ങൾ എന്നെ രൂപാന്തരപ്പെടുത്തിയില്ല. ഭാര്യ ആത്മഹത്യ ചെയ്യുവാൻ മണ്ണെണ്ണ എടുത്തൊഴിച്ചു, ഭീഷണിപ്പെടുത്തിയതല്ല, അത് കത്താഞ്ഞിട്ടാണ്. പക്ഷേ അതും എന്നെ രൂപാന്തരപ്പെടുത്തിയില്ല. എന്നെ രൂപാന്തരപ്പെടുത്തിയത് ദൈവവചനമാണ്. ഞാൻ അങ്ങനെ അടങ്ങിയിരിക്കും. ഈ യേശുവിനെ കുറിച്ച് എങ്ങനെ എനിക്ക് ആളുകളോട് പറയാതിരിക്കാൻ പറ്റും? യൂണിഫോം ഞാൻ പട്ടാളത്തിൽ വളരെ ശക്തമായി, വലിയ അധികാരികൾ മുതൽ മറ്റുള്ളവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഫീൽഡിൽ ഞാൻ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രാവിലെ 5 മണിക്ക് പോകണം, ഓടാൻ പോകണം. അത് കഴിഞ്ഞ് 6 മണി മുതൽ 8 മണി വരെ, 6:30 മുതൽ 8 മണി വരെ നമുക്ക് ഫ്രീ ടൈം ഉണ്ട്. ആ സമയങ്ങളിൽ, ഉച്ച സമയങ്ങളിൽ, വൈകുന്നേര സമയങ്ങളിൽ ഞാൻ, എൻ്റെ ഭാര്യ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, കഷ്ടിച്ച് ഒരു കുഞ്ഞ് കൈക്കുഞ്ഞാണ്. ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ബൈബിൾ പിടിപ്പിക്കും. മറ്റേ കുഞ്ഞ് 2 വയസ്സുണ്ട്. ആ കുഞ്ഞ് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് പിടിച്ച് പുറകെ നിൽക്കും. ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ഈ കുഞ്ഞുങ്ങളായിരിക്കും അവർ കാണുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ത്രൂ ഈ ന്യൂ ടെസ്റ്റ്മെന്റ് അവരുടെ കയ്യിൽ കൊടുക്കും. മിലിറ്ററി പട്ടാളത്തിനകത്ത് ദൈവകൃപയാൽ ഒരുപാട് പേരെ സുവിശേഷീകരിക്കാൻ എനിക്ക് പറ്റി. പക്ഷേ അപ്പോഴും എനിക്ക് ജോലി ചെയ്യണ്ട, പട്ടാളത്തിൽ ജോലി ചെയ്യണ്ട. എനിക്ക് എങ്ങനെയും ഡിസ്ചാർജ് വാങ്ങി സുവിശേഷ വേല, ഫുൾ ടൈം സുവിശേഷ വേലയ്ക്ക് പോകണം. എനിക്ക് പാസ്റ്ററാകണ്ട, എനിക്ക് സുവിശേഷം പറഞ്ഞാൽ മതി, ആളുകളോട് സുവിശേഷം പറയണം. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്ന, നമുക്ക് സമാധാനം നൽകുന്ന, ജീവൻ നൽകുന്ന, നിത്യജീവൻ നൽകുന്ന ഈ യേശുവിനെ ആളുകളോട് പറയണം. അതും എനിക്ക് രാജസ്ഥാനിൽ തന്നെ പറയണം, കാരണം ഞാൻ രാജസ്ഥാനിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടത്. 2008 വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും ഡിസ്ചാർജ് ലഭിച്ചില്ല. 2008 എനിക്ക് ഡിസ്ചാർജ് ലഭിച്ചു. 2008 ഞാൻ ജയ്പൂർ ബൈബിൾ കോളേജിൽ പോയി ചേർന്നു. 1 വർഷത്തെ ബൈബിൾ ട്രെയിനിങ് എടുത്തതിന് ശേഷം അപ്പോഴേക്കും തന്നെ ഞാൻ പല കാര്യങ്ങളും പഠിച്ചെടുത്തിരുന്നു. പട്ടാളത്തിലാണെങ്കിലും മുമ്പോട്ടുള്ള പഠന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ബൈബിൾ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുവാൻ സഹായിച്ചു. BTH എടുത്തു. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ 2009 ഞാൻ ഈ ഗ്രാമപ്രദേശം തിരഞ്ഞെടുത്തു. അപ്പം ഞാൻ കണ്ടിട്ടുള്ള ദേവാസന്മാരെല്ലാം ഒരുവിധം സിറ്റിയിലാണ് താമസിക്കുന്നത്, കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പക്ഷെ എനിക്ക് ഈ പട്ടാളത്തിലുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ഏത് സാഹചര്യത്തിലും ജീവിക്കാം, ആ ഒരു എക്സ്പീരിയൻസ് എന്നെ ഈ ഉൾഗ്രാമം തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കേ ഉള്ളൂ. ക്രമേണ ഒരു കുടുംബം ലഭിച്ചു. പിന്നീട് എൻ്റെ കൂടെ വരുവാൻ 1-2 പേരായി. ദൈവകൃപയാൽ ഇന്ന് ഞാനുള്ളതായ സ്ഥലത്ത് ആരാധന ഭവൻ സുജാൻഗഡ്, അധികം ആളുകളൊന്നും ഇല്ല, എന്നാലും ഒരു 100-150 പേര് കൂടി വരാനുണ്ട്. മാത്രമല്ല ഈ ആരാധന ഭവന്റെ 10 ബ്രാഞ്ചുകൾ, 10 ചർച്ചുകൾ, ആരാധന ഭവന്റെ പേരിൽ തന്നെ 10 ചർച്ചുകളുണ്ട്. അങ്ങനെ ദൈവം വേല വിശാലമാക്കി തന്നു. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഈ സുവിശേഷം ഗ്രാമങ്ങളിൽ പറയുന്നത് നേരെ പോയി സുവിശേഷം പറയുകയല്ല. നിങ്ങൾക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ വളരെയധികം പ്രോബ്ലംസ് ആണ് ഇങ്ങനെ സുവിശേഷം അറിയിക്കുവാൻ. അപ്പം ഞാൻ ഒരു ഫ്ലക്സ് ഉണ്ടാക്കിക്കൊണ്ട് മദ്യം, മയക്കുമരുന്ന്, ക്യാൻസർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗ്രാമങ്ങളിൽ പോയി പറയുന്നത്. എൻ്റെ ഈ ടെസ്റ്റ് മണിയാണ് ഞാൻ ഗ്രാമങ്ങളിൽ പോയി പറയുന്നത്. അപ്പോൾ ആളുകൾ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ കേട്ടു നിൽക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾ ഈ സമയം, എൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ, ക്രമേണ വിശ്വാസികൾ, പിന്നീട് എൻ്റെ കൂടെ ചേർന്ന എൻ്റെ ദേവദാസന്മാർ, അപ്പോൾ ഇങ്ങനെ ദേവദാസന്മാർ കൂടി വന്നപ്പോൾ രാജസ്ഥാൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. ഇന്നും അത് രജിസ്ട്രേഡ് പ്രസ്ഥാനമല്ല. രാജസ്ഥാൻ ഗോസ്പൽ മിനിസ്ട്രി ആണ് നമ്മുടെ പ്രസ്ഥാനം, പക്ഷെ അത് രജിസ്ട്രേഡ് അല്ല. സുവിശേഷം പറയുവാൻ താല്പര്യമുള്ള ആളുകളുമായി ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. അങ്ങനത്തെ ഒരു സംഘടന. ഇതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ ഉടനെ ഞാനും എൻ്റെ കൂടെയുള്ള, അപ്പോൾ ചർച്ചോകോട്, IPC, ബഥേൽ, ഇങ്ങനെ ഫിലദൽഫിയ, ഇങ്ങനെ ഏതൊക്കെ പ്രസ്ഥാനങ്ങളിൽ ആരൊക്കെ എന്നോട് ചേർന്ന് ഗ്രാമങ്ങളിൽ പോകാൻ തയ്യാറുണ്ടോ ആ ദേവാസന്മാര് ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം
ദൂരെ ദൂരെ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോകും. ഏതെങ്കിലും ഒരു പാസ്റ്റർ വീട്ടിൽ പോയി ആയിരിക്കും താമസിക്കുന്നത്, ചർച്ചിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ആ പാസ്റ്റർക്കും ടീമിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ഗ്രാമങ്ങളിലേക്ക് പോകാനുള്ള വണ്ടി വാടക, ഇതെല്ലാം ദൈവകൃപയാൽ ഈ പെൻഷനിൽ തന്നെ പെൻഷൻ മുഖാന്തരം നമുക്ക് എടുക്കുവാൻ പറ്റുമായിരുന്നു. പലപ്പോഴും പല ദേവാസന്മാർ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ വന്ന ദേവാസങ്ങൾ ഞങ്ങളും ചെയ്യാം, പക്ഷെ അവരുടെ കയ്യിലില്ല. എങ്കിലും ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ തരുന്ന ദേവാസന്മാരും ഉണ്ടായിരുന്നു. ഞാൻ നന്ദിയോടെ അവരെ സ്മരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ടീം ഈ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യ സുവിശേഷീകരിക്കാൻ ഞാൻ ഒരു ദിവസം 1500 രൂപ കൊടുത്താൽ ഒരു വാഹനം നമുക്ക് അവർ തരും. അതിനകത്ത് ഡീസൽ ഒഴിച്ചാൽ മതി. ഒരു 700 രൂപ 800 രൂപയുടെ ഡീസൽ ഒഴിച്ചാൽ ഒരു ദിവസം ഒരു 10 ഗ്രാമങ്ങളിൽ പോയി നമുക്ക് സുവിശേഷം പരസ്യയോഗങ്ങൾ നടത്തി ഓരോ വീടുകളിലും ബൈബിൾ ട്രാക്റ്റുകൾ കൊടുത്ത് നമുക്ക് മടങ്ങി വരാൻ പറ്റും. അപ്പം ഒരു 3000 രൂപയുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മുടെ ചെലവും നടക്കും. ചിലവെന്ന് പറയുന്നത് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നുമില്ല, രാത്രി തിരിച്ചു വന്നിട്ട് വല്ല കഞ്ഞിയോ പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണമല്ലല്ലോ മുഖ്യം. അപ്പൊ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ, ദൂരമാണെങ്കിൽ 5 ദിവസം, കാരണം മടങ്ങി പോകണമല്ലോ. അപ്പോൾ 5 ദിവസം കൊണ്ട് ഒരു ദിവസത്തിൽ നമ്മൾ ഒരു 8 ഗ്രാമം 10 ഗ്രാമം ഒക്കെ സുവിശേഷീകരിക്കുമായിരുന്നു. അപ്പൊ എൻ്റെ കൂടെയുള്ള ആളുകൾ പറയും, പാസ്റ്ററെ ഞാൻ 20 വർഷമായി 25 വർഷമായി ശുശ്രൂഷ ചെയ്യുന്നു, സുവിശേഷം അറിയിക്കുന്നു, പക്ഷേ ഈ ഒരു ദിവസം നമ്മൾ ചെയ്ത ഈ പ്രവൃത്തി ഈ 25 വർഷം കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അത്രയധികം അവർക്ക് ആത്മസന്തോഷമാണ്. ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പല വലിയ കുറ്റവാളികൾ, 42 മോഷണ കേസിലെ ഒരു പ്രതി, അതുപോലെ ഇരട്ട കൊലപാതകം ചെയ്ത ഒരു മനുഷ്യൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്നും ഇവിടെ വന്ന് നമ്മുടെ ടീമിൽ ഇവിടെ അവരുടെ സാക്ഷ്യങ്ങൾ പറയും, എങ്ങനെ യേശു ഞങ്ങളെ രക്ഷിച്ചു എന്നുള്ള കാര്യങ്ങൾ കേൾക്കും. അതൊക്കെ ഞാൻ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് ഈ ജനത്തോട് പറയുമായിരുന്നു. ഇങ്ങനെ ഏറെക്കുറെ ഒരു 4000-ൽ പരം ഗ്രാമങ്ങൾ സുവിശേഷീകരിച്ച് 2018 ഒക്ടോബർ മാസം 5-ാം തീയതി രാജസ്ഥാനിൽ, അപ്പൊ ഞങ്ങൾ ഹരിയാന, ഗുജറാത്ത്, യുപിയിൽ അനേക ഗ്രാമങ്ങൾ ഞങ്ങൾ പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ മുമ്പ് ബീരാക്കേരിയിൽ നിന്നൊരു പാസ്റ്റർ അരുൺ നമ്മുടെ ഈ TV-യിൽ സാക്ഷ്യം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ച് ഞങ്ങൾ നിരവധി ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാജസ്ഥാനിൽ ജാലോർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 550 കിലോമീറ്റർ ദൂരെയാണ്, ഫിലദൽഫിയയുടെ ഒരു പുതിയ പ്രവർത്തനം അവിടെ തുടങ്ങി. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇതുപോലെ വന്ന് ഈ ഗ്രാമങ്ങളിലൊന്ന് സുവിശേഷം അറിയിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നുപോയി. തിങ്കളാഴ്ച 10 ഗ്രാമങ്ങൾ സുവിശേഷീകരിച്ചു, ചൊവ്വാഴ്ച 14 ഗ്രാമങ്ങൾ സുവിശേഷീകരിച്ചു. അങ്ങനെ ബുധനാഴ്ച 4-5 വലിയ ഗ്രാമങ്ങൾ സുവിശേഷീകരിച്ചു. അപ്പോൾ വലിയ വലിയ ഗ്രാമങ്ങളാണ്. വൈകിട്ട് 4 മണിയായി. അങ്ങനെ ഒരു ഗ്രാമത്തിൽ ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വലിയ ഗ്രാമമാണ്, 12,000 പേരുള്ള വലിയ ഗ്രാമം. അനേകർ നിന്ന് എൻ്റെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഈ യേശുവാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്, ഈ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് എൻ്റെ പ്രസംഗത്തിൽ ആദ്യമൊന്നും യേശുവിൻ്റെ കാര്യമാണ് പറയുന്നത് ആർക്കും അറിയത്തില്ല. യേശു ആരാണെന്ന് രാജസ്ഥാനിലെ ഉൾഗ്രാമങ്ങളാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് ആദ്യം എൻ്റെ മുഖത്തൊരൊറ്റ അടി അടിച്ചിട്ട് മലയാളത്തിൽ എന്നോട് ചോദിച്ചു, യേശുവിൻ്റെ അപ്പൻ ആരാന്ന്. 1, രാജസ്ഥാനിൽ യേശു ആരാന്ന് അറിയത്തില്ല. 2, ഈ ഉൾഗ്രാമത്തിൽ ഇതാ ഒരാൾ മലയാളം സംസാരിക്കും. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ എല്ലാവരും ബൈബിൾ കോളേജ് തുറന്നു വെച്ചിരിക്കുകയാണ്. ആരെ കിട്ടിയാലും അഡ്മിഷൻ എടുക്കും. നോർത്ത് ഇന്ത്യയിൽ നിന്നോ നോർത്ത് ഈസ്റ്റിൽ നിന്നോ ആരെ കിട്ടിയാലും സന്തോഷമാണ്. പക്ഷേ ഇതിൽ ചിലര് ക്രിസ്തീയ വിരോധികളുടെ സംഘടന അവരയക്കുന്നവരുണ്ട്. അവർ വന്ന് ദൈവവചനം പഠിച്ച് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് ഒരു ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഒരു കോപ്പി വെളിയിൽ ഇറക്കിയാൽ രാജസ്ഥാനിൽ യേശുവിനെ അറിയാത്തവർ, ന്യൂ ടെസ്റ്റ്മെന്റ് കാണാത്തവർ, അവർ പറയും ഈ പുസ്തകം ഞങ്ങൾക്ക് വേണ്ട. കാരണം അതുപോലെയുള്ള സ്റ്റഡികൾ
ഈ ടീമുകൾ അവരുടെ ടീമുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ എന്നെ അടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ കൈകൂപ്പി പറഞ്ഞു എന്നോട് ക്ഷമിക്കണം. അപ്പൊ എൻ്റെ ഭാര്യ മാത്രമേ അടുത്തുള്ളൂ. വേറെ ഒരു പെൺകുട്ടി കുറെ ദൂരെയാണ്, ഞങ്ങളുടെ സഭയിലൊരു പെൺകുട്ടി. വേറെ എൻ്റെ കൂടെ 9 ദേവാസന്മാരുണ്ട്. അവരൊക്കെ ട്രാക്റ്റുകളുമായിട്ട് ന്യൂ ടെസ്റ്റ്മെന്റുമായിട്ട് ഓരോ വീടുകളിലും പോയേക്കുകയാണ്. അപ്പൊ എൻ്റെ ഈ മെസ്സേജ് ഒരു 40 മിനിറ്റ് എൻ്റെ സാക്ഷ്യം ഉണ്ടാവും യേശുവിനെ കുറിച്ചും ഞാനിങ്ങനെ പറയുമ്പോഴേക്കും അവരെല്ലാ വീടുകളിലും ഇത് കൊടുത്ത് നമ്മൾ അടുത്ത് വരും. അപ്പൊ ആ സാഹചര്യത്തിൽ അങ്ങനെ ഈ മനുഷ്യൻ വന്ന് എന്നെ അടിച്ചു. അപ്പൊ ഞാനിങ്ങനെ കൈ തൊഴുതിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നമ്മുടെ ആളുകൾക്ക്, അപ്പൊ ഗ്രാമത്തിന് വെളിയിൽ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഒരു സ്ഥാനം പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, നിരവധി പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്, പല ഉപദ്രവങ്ങൾ നേരത്തെയും ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പരിചയമുള്ളത് കൊണ്ട് പലപ്പോഴും അടി ഉപദ്രവങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെറിയ ഉപദ്രവങ്ങളാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന സ്ഥലത്ത് എത്തണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ വൈഫ്, ആ പെൺകുട്ടി, മൈക്ക് കാര്യങ്ങളെല്ലാം എടുത്ത് ലോഡ് ചെയ്ത് എല്ലാവർക്കും ഫോൺ ചെയ്തു, പെട്ടെന്ന് നിങ്ങൾ ഗ്രാമത്തിന് വെളിയിൽ ഇറങ്ങും. അപ്പോൾ 7 പേര് ഗ്രാമത്തിന് വെളിയിൽ ഇറങ്ങി. 2 പേര് ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ഫിലിപ്പ് ഓജെ, ബെഥേൽ ഫെലോഷിപ്പ് പാസ്റ്റർ വൈ യോഹന്നാന്റെ ഒരു പാസ്റ്റർ ബിജു ഡാനിയൽ, ഇവരെ 2 പേരെയും ഈ ജനം പിടിച്ചു. അപ്പൊ അവിടെ വലിയ കോലാഹലമാണ്. 2 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അവര് ഫോൺ ചെയ്തു, പാസ്റ്ററെ വന്നില്ലെങ്കിൽ ഇവരെ ഞങ്ങൾ ജീവനോടെ കത്തിക്കുമെന്നാണ് പറയുന്നത്. അവരെ പിടിച്ചു അവിടെ ഇതുകൊണ്ട് ചെന്നപ്പോ ബൈബിള് കൊടുക്കാൻ ചെന്നപ്പോമായിരിക്കും. അല്ല, അവര് ഈ പ്രശ്നം ഉണ്ടായപ്പോഴ് ഈ എന്റെ പ്രസംഗം ആളുകൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ അടിച്ചത് എന്തിനടിച്ചു? ആളുകൾക്ക് വളരെ രസമായിട്ട് വരുമായിരുന്നു. ആ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മളെ പറഞ്ഞു വിട്ടപ്പോൾ അവർ ചോദിച്ചു, എന്താണ് സംഭവം? ഇവൻ മതപരിവർത്തനം നടത്താൻ വന്നാണ്, നമ്മളെ എങ്ങനെ ചെയ്യാൻ വന്നോ? ആ ജനം എല്ലാം എതിരായി. അപ്പൊ അവര് ഇന്ന സ്ഥലത്തേക്ക് ആള് പോയിട്ടുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് ആള് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവര് തന്നെ എല്ലാം ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയപ്പോഴേക്കും 7 പേര് രക്ഷപ്പെട്ടു. പക്ഷെ 2 പേർക്ക് ഓടാൻ പറ്റില്ല. അവര് 4 വശത്തു നിന്ന് വളഞ്ഞ് ഈ 2 പേര് പിടിച്ചു കളഞ്ഞു. അപ്പൊ ആ 12,000 പേരാണ് അതുവരെയും നമ്മളെ കേട്ടോണ്ടിരുന്നവരാണ്. പക്ഷെ ആ ഒരു മനുഷ്യൻ പറഞ്ഞപ്പം ഇവൻ മതപരിവർത്തനം, ഇത് ഇസായികളാണ്, ഇങ്ങനെയാണ്, നമ്മളെ വിഡ്ഢികളാക്കുകയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പൊ അവർ പിടിച്ചു. അപ്പൊ ആ റോഡിൽ കൂടെ പോകുന്ന സകല മനുഷ്യരും പറയുന്നു, ഈ ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോകരുത്, ഈ ഗ്രാമം അതുപോലത്തെ ഒരു ഗ്രാമമാണ്. രാജ്പുത്ത് എന്ന് പറയുന്ന ഒരു ആളുകളുണ്ട്, അവരുടെ പുരോഹിതരെ രാജപുരോഹിതരെന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രാമം രാജപുരോഹിതന്മാരുടെ ഗ്രാമമാണ്. അവിടെ ഒരു താഴ്ന്ന ജാതി മോട്ടോർ സൈക്കിളിൽ ഇരുന്ന് പോകാൻ പറ്റത്തില്ല. പണിക്ക് വരുന്നവര് മോട്ടോർ സൈക്കിളിൽ ഇരിക്കരുത്. അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ അനാചാരങ്ങളുള്ള ഗ്രാമമാണ്. അപ്പൊ അവിടെ അവര് കൊന്നു കളഞ്ഞാൽ ആരും അറിയുകയില്ല, കത്തിക്കുമെന്ന് പറഞ്ഞാൽ അവർ കത്തിക്കും. അപ്പോഴ് ഞാൻ ആ ഗ്രാമത്തിലേക്ക് പോകാൻ നോക്കിയപ്പോൾ കുറെ പേര് എന്നെ തടഞ്ഞു, നിങ്ങൾ പോകരുത്, നിങ്ങൾ രക്ഷപ്പെടും. പക്ഷെ ഇവരുടെ ഫോൺ വന്ന സ്ഥിതിക്ക് എനിക്ക് അവരെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ കൂടെയുള്ള ദേവാസന്മാരോട്, ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞാൻ അവരെ കൊണ്ടുവരാം. പക്ഷെ ആരും പോകാൻ തയ്യാറായില്ല. മരിക്കുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് മരിക്കാം. അങ്ങനെ ഞാൻ അവർക്ക് വീണ്ടും ഫോൺ ചെയ്തു. അപ്പോൾ ആളുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അവരുടെ ലീഡറാണ്, ഫോൺ അവരുടെ കയ്യിലാണ്. അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളുടെ തന്നെ ഗ്രാമക്കാരെന്നെ അകത്തോട്ട് വിടുന്നില്ല. അവർ പറഞ്ഞു എവിടെയാണ് നിൽക്കുന്നത്, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അവരൊരു 25ഓളം മോട്ടോർ സൈക്കിളിൽ ഈ 2 പേരിരുന്ന് വലിയ മരത്തടികള്, വലിയ കമ്പികള്, കട്ടിലിന്റെ കാലുകള്, ഇങ്ങനെ ആയിട്ടുള്ള മാരകമായ ആയുധങ്ങൾ കൊണ്ടുവന്ന് അവർ നമ്മളുടെ അടുത്ത് വന്നു. എൻ്റെ ഭാര്യയും ആ സഹോദരി കുഞ്ഞിനോടും പറഞ്ഞു, നിങ്ങൾ വണ്ടിക്കകത്തിരുന്നോണം. അവർ വണ്ടിക്കകത്തുണ്ടായിരുന്ന പുതിയ നിയമങ്ങൾ, ട്രാക്റ്റുകൾ വണ്ടിക്ക് ചുറ്റുമിട്ട് അവർ തീ കൊളുത്തി. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ വെളിയിൽ ഇറങ്ങിയാൽ നിങ്ങളെ ഞങ്ങൾ ഇതിനകത്തിട്ട് കത്തിക്കും. ഞങ്ങള് അവിടുന്ന് അവരെ നമുക്കിട്ട് അടി തുടങ്ങി, അടിച്ച്. അപ്പൊ ഏറ്റവും മുൻപില്, ഏറ്റവും പുറകില് ഞാനാണ് നിൽക്കുന്നത്. ഒന്ന്, എനിക്ക് ഏറ്റവും പ്രായം കൂടുതൽ, ബാക്കിയുള്ളവരെല്ലാം ചെറുപ്പക്കാരാണ്. അവര്
മുമ്പോട്ട് ഓടി ഈ 2 പേരുള്ളിടത്തേക്ക് അവരെ ഞങ്ങൾ അടിച്ചടിച്ച് കൊണ്ടുപോവുകയാണ്. 2 സൈഡിൽ നിന്നും നിന്നിട്ട് ഭയങ്കരമായ അടി. ഈ അടിയാണ് എനിക്ക് ഏൽക്കുന്നത്. അങ്ങനെ ഒരടി അടിച്ചപ്പോൾ, ഒരു കമ്പി കൊണ്ടൊരു അടി അടിച്ചപ്പോൾ അതെന്റെ ബാക്ക് സൈഡില്, അപ്പൊ കാലിന്റെ അടി മുതൽ അവർ കാലിലാണ് അടിക്കുന്നത്. കാല് മുതൽ ചന്തി വരെയുള്ള ഭാഗങ്ങൾ അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, മുകളിൽ അടിക്കുന്നില്ല. അവര് പ്രൊഫഷനായിട്ട് അടി പഠിച്ചിട്ടുള്ളവരാണ്. അവര് ആ അടി അടിച്ചപ്പോൾ നടക്കുന്നതിനിടയ്ക്ക് അവരുടെ മിസ്റ്റേക്ക് മുഖാന്തരം അടി എന്റെ ഡിസ്കിന് കൊണ്ടു. അങ്ങനെ ഞാൻ ആ ഓൺ ദി സ്പോട്ടില് തളർന്ന് അവിടെ വീണു. അവർക്ക് മനസ്സിലായി, അത്രയും ഒച്ച കേട്ടു. കാരണം അടിയെന്ന് പറഞ്ഞാൽ വെറുതെ കൊട്ടുകയല്ല, നിങ്ങൾ ആരെങ്കിലും ആൾക്കൂട്ട ചതച്ച് അടിച്ചു കൊല്ലുന്നത്, പട്ടി അടിച്ചു കൊല്ലുന്ന പോലെയാണ് അവരടിക്കുന്നത്. അങ്ങനെ എന്നെ അവർക്ക് മനസ്സിലായി. അപ്പോൾ തളർന്നു പോയപ്പോൾ അവരെടുത്തൊരു മോട്ടോർ സൈക്കിളില് ഒരുത്തിനെ ഇറക്കി അവിടെ എന്നെ ഇങ്ങനെ എടുത്ത് കിടത്തി ഈ കൂട്ടത്തിനകത്തോട്ട്. അപ്പൊ അവര് ഒരു 150 ആളുകൾ അവിടെ ഓൾറെഡി അവിടെ നിൽക്കുക. ഈ 150 ആളുകളാണ്. ഇത്രയും നേരം ഈ മോട്ടോർ സൈക്കിൾ വന്നവരായിരുന്നു അടിയെങ്കില്. ഒരു 150 ആളുകളുള്ള കൂട്ടത്തിനകത്തോട്ട് ഞങ്ങളെ കൊണ്ട് അങ്ങ് ഇട്ടിട്ട് മറ്റവരെയും കൂടെ പിടിച്ചുകൊണ്ടിട്ടു. അടക്കം ഈ 2 പേരുള്ളത് ഞങ്ങളെ ഈ വടിക്ക് അടിയാണ്. വടി കൊണ്ട് അങ്ങോട്ട് അടിക്കുമ്പോ നമ്മുടെ ശരീരം ഇങ്ങനെ അതിന്റെ വേദന നമുക്ക് അത് പറയാൻ എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഭാഷ വരത്തില്ല. അങ്ങനെ അടിച്ച് മുഴുവൻ ഇങ്ങനെ അടിക്കുകയാണ്. ചിലര് തലക്കിട്ട് തൊഴിക്കുന്നു. ഇങ്ങനെ നമ്മളൊന്ന് പൊങ്ങാൻ നോക്കുമ്പോ ചാടി തൊഴിക്കുന്നു. ഈ 150 പേര് എന്താ ചെയ്യുന്നത്? 2.25 മണിക്കൂർ, വൈകുന്നേരം 4 മണിക്ക് അവര് നമ്മളെ പിടിച്ചതാണ്. ഇതിനിടയ്ക്ക് അവരെന്റെ വീഡിയോ ഉണ്ടാക്കി, എന്റെ കയ്യിൽ കത്തി തന്നു. 2 കൈ കത്തി തന്നിട്ട് അവര് വീഡിയോ ഉണ്ടാക്കി. കേരളത്തിലുള്ള ഹിന്ദുക്കളെ കൊല്ലുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പൊ നമ്മള് ഇസായികളാണെന്നല്ല അവര് പറയുന്നത്, ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. വീഡിയോ ഉണ്ടാക്കുന്നവൻ പറയും ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്, കേരളത്തിലുള്ള ഹിന്ദുക്കളെ കൊല്ലുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നമ്മുടെ ഗ്രാമത്തിൽ വന്നേക്കുകയാണ്, നമ്മളെല്ലാം കൊല്ലാൻ വന്നേക്കുകയാണ്. അങ്ങനെ കുറെ പേര്. ചുരുക്കം പറഞ്ഞാല് ഈ 2.25 മണിക്കൂർ അവരെ നമ്മളെ കൊല്ല മരിച്ചില്ല. എൻ്റെ കൈകാലുകൾ ഒടിഞ്ഞു. എൻ്റെ കൂടെയുള്ള ദേവാസന്മാരുടെ 3 പേരുടെ ചെവിക്കല്ലുകൾ പൊട്ടി. ഭയങ്കരമായ ഉപദ്രവം. ആരും മരിച്ചില്ല. പ്രൊഫഷണൽ അടിക്കാരാണെങ്കിലും ഇത്രയും ആള് കൂടുമ്പോൾ അടി പല സ്ഥലത്തും അവര് മാറിപ്പോകും. അത് ഇരുമ്പ് കമ്പി റോഡ്, ഇരുമ്പിന്റെ റോഡ്, കട്ടിലിന്റെ കാല്, ഇങ്ങനെ സ്ക്വയർ ടൈപ്പിലുള്ള നോർത്ത് ഇന്ത്യയിലുള്ള കട്ടില്, കയറ് കെട്ടുന്ന കട്ടില, മുള, അങ്ങനെയുള്ള പച്ച വടികള്, ഇങ്ങനെയുള്ള വടികൾ കൊണ്ടായിരുന്നു അവർ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സാഹചര്യത്തില് നമ്മൾ വണ്ടിയുടെ അതിലെ ഒരു മുസ്ലിം സഹോദരൻ കടന്നുപോയി. അപ്പൊ ആ റോഡിലാണ് ഒരു 10-50 പേര് ഭാര്യയ്ക്കും കാവല് നിൽപ്പുണ്ട്. എന്നാല് ഈ മുസ്ലിം സഹോദരൻ വളരെ ധൈര്യത്തോടെ വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് വൈഫിനോട് ചോദിച്ചു എന്താണ് പ്രശ്നം, ഇന്ന പോലെയാണ്. അപ്പൊ പോലീസിന് ഫോൺ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം മൊബൈൽ കൊടുത്ത് ഒരു 40 കിലോമീറ്റർ ദൂരെയാണ് പോലീസ് സ്റ്റേഷൻ, ഞങ്ങൾ ഉൾഗ്രാമങ്ങളിലാണ്. അപ്പോൾ വൈഫ് പോലീസിന് ഫോൺ ചെയ്തു. 6:15 ആയപ്പോഴ് പോലീസ് എത്തി. ഗ്രാമത്തിൽ പോലീസ് എത്തി എന്ന് പറഞ്ഞപ്പോഴേ അവര് ഞങ്ങളെ ഒരു അമ്പലത്തിൽ ബന്ദികളാക്കി വെച്ചു. എന്നെ അവരെടുത്തുകൊണ്ടൊരു അമ്പലത്തിന്റെ വരാന്തയിൽ കൊണ്ട് ഇടുകയായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം നടന്ന് അമ്പലത്തിന്റെ വരാന്തയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ആ അമ്പലത്തിന്റെ വരാന്തയിൽ ഞങ്ങളെ ബന്ദികളാക്കി വെച്ചിട്ട് ഈ അടിച്ചവരെല്ലാം അവിടുന്ന് മാറി. പോലീസ് വന്നപ്പം അടിക്കുന്ന ഒരൊറ്റ ആളുമില്ല, എല്ലാം മാറി. എന്നിട്ട് അവര് ആയുധമില്ലാതെ വന്ന് കുറച്ച് പേര് മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു ഇവരെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ പോലീസ് ഞങ്ങളെ അവിടുന്ന് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞപ്പോഴേ അവിടുത്തെ SI ഒരു ലേഡി ഇൻസ്പെക്ടറാണ്, എന്നോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോ ഞാന് ഈ പെൺകുട്ടിയോട് പറഞ്ഞു നീ വണ്ടിയിൽ നിന്ന് ഓടിപ്പോയി ഫ്ലെക്സ് എടുത്തോണ്ടിരാൻ. ഞാൻ വിചാരിച്ചു ഏതായാലും പോലീസ് നമുക്ക് അടി കിട്ടി, മരിച്ചിട്ടില്ല, സംസാരിക്കാവുന്നേ ഉള്ളൂ, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഇപ്പോഴും എനിക്ക് ഒരു ഹാർഡ് സർഫേസിൽ ഇരിക്കാൻ പറ്റത്തില്ല. ബാക്ക് സൈഡിൽ ആ ഡാമേജ്, ട്യൂബിനകത്ത് കാറ്റൊക്കെ നിറച്ചിട്ട് വേണം. അങ്ങനെയായിരുന്നു കുറെ നാളുകൾ ഇരുന്നത്. ദൈവം പറയാൻ ഇപ്പോൾ കുഷ്യനുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാം. അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു അന്നേരം. ഫ്ലെക്സ് വലിച്ചു കെട്ടി ഏതായാലും മരിക്കാൻ പോവുകയാണ്, ഏതായാലും ജയിലിൽ പോവുകയാണ്. ആ പോലീസ് സ്റ്റേഷനില് ഞാൻ ഈ ഗ്രാമത്തിൽ പറഞ്ഞ അതേ സാക്ഷ്യം എങ്ങനെ എൻ്റെ യേശു എന്നെ രൂപാന്തരപ്പെടുത്തി. അപ്പോൾ സമയക്കുറവുകൊണ്ടാണ് ഞാൻ അതിനു മുമ്പ് പല പ്രാവശ്യം മരിച്ച്
19,300 ഫീറ്റ് ഹൈറ്റ് ലേ ലഡാക്കിൽ നിന്ന് ഞാൻ താഴെ പോയി മരിച്ചു എന്ന് പട്ടാളത്തിൽ എല്ലാം വാർത്ത വന്ന ഒരു മനുഷ്യനാണ്. 6 മാസം ആശുപത്രിയിൽ നിന്ന് പിന്നെയും രക്ഷപ്പെട്ടു വന്നു. അപ്പൊ ഈ കാര്യങ്ങൾ, ചരിത്രങ്ങളെല്ലാം ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അങ്ങനെ ആ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി ഈ യേശുവിനെയാണ് പ്രസംഗിക്കുന്നു പറഞ്ഞപ്പോൾ ലുദിയയുടെ ഹൃദയം തുടങ്ങുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലേഡി ഇൻസ്പെക്ടറുടെ ഹൃദയം തുറന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ പറഞ്ഞത് നല്ല കാര്യം, മദ്യത്തിനും മയക്കുമരുന്നിനായിട്ട് അങ്ങനെ ഒരു യേശു അവരെ രൂപാന്തരപ്പെടുത്തുന്നെങ്കിൽ നല്ല കാര്യമല്ലേ പറയുന്നത്, ഞാൻ നിങ്ങളെ വിട്ടയക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും പെർസിക്യൂഷൻ റിലീഫിന്റെ, അപ്പോൾ എൻ്റെ ഭാര്യ പല സ്ഥലങ്ങളിലും കോണ്ടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ പെർസിക്യൂഷൻ റിലീഫിന്റെ പാസ്റ്റർ ഷിബു തോമസ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. SIക്ക് ഫോൺ, എനിക്ക് ഫോൺ. അപ്പൊ SIയോട് സംസാരിച്ചതിന് ശേഷം എന്നോട് സംസാരിച്ചു. പറഞ്ഞു, ഞാൻ എല്ലാവരോടും മുകള് വരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ SI വന്ന് എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളെ വിടാൻ പറ്റത്തില്ല. അങ്ങനെ SP വന്നു. ആ രാത്രി SP പോയി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. SP രാത്രി അവിടെ വാഹനം പറഞ്ഞു വിട്ടു. എന്നാൽ പോലീസിനെ അവർ കല്ലെറിഞ്ഞ് ഓടിച്ചു. അതുകൊണ്ട് റിസർവ് ബറ്റാലിയൻ 2 ബസ് നിറയെ ആളുകളെ പോയി വിട്ട് 10 പേരെ പിടികിട്ടി, 10 പേരെ പിടിച്ചുകൊണ്ടുവന്നു. അവർക്കെതിരെ കേസ് എഴുതി. അപ്പോഴത്തേക്കും ഫിലദൽഫിയയുടെ പാസ്റ്റർ പോൾ മാത്യു പാസ്റ്റർ 2 വാഹനം ഞങ്ങൾക്ക് വേണ്ടി അയച്ചിരുന്നു. രാത്രി മുഴുവൻ അവര് നമ്മളെ ഈ കേസ് കാര്യങ്ങളുമായിട്ട് പല സ്ഥലങ്ങളിൽ കറക്കി ഞങ്ങളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി എക്സ്റേ എടുക്കുന്നു, FIR എഴുതുന്നു. എന്തായാലും പിറ്റേ ദിവസം ഒരു രാവിലെ 11 മണി ആയപ്പോൾ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ ഫിലദൽഫിയ ഒരു ആസ്ഥാനമായ ഉദയപൂരിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ലഭിച്ചത്. അടുത്ത ഒരു 2 മാസം പൂർണ്ണമായ കിടപ്പിലായിരുന്നു ഞാൻ. എൻ്റെ കൂടെയുള്ള ദേവദാസന്മാര് അവർക്കും വളരെയധികം ഉപദ്രവം ഏറ്റു. അങ്ങനെ 2 മാസം പരിപൂർണമായ ഒരു കിടപ്പായിരുന്നു. അതിനുശേഷം ദൈവകൃപയാല്, അപ്പോൾ അതുവരെയും ഗ്രാമങ്ങളിൽ പോകുന്നതില് നമുക്കൊരു പേടിയുണ്ടായിരുന്നു. ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടോ, ഞാൻ പ്രസംഗിക്കുമ്പോഴും സത്യം പറയുക, ലജ്ജയില്ലാതെ പറയുക. ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്നെങ്കിലും ഞാൻ ആളുകളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. കാരണം നമുക്ക് പല പ്രാവശ്യം എന്നെ പിടിച്ചു വലിച്ച ആളുകൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, എന്നെ മാത്രം അതിന് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും, ആരെങ്കിലും ഫോൺ ചെയ്യുന്നുണ്ടോ, ഇവിടുന്നാണോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഈ അടി കിട്ടുന്നത് വരെ. എന്നാലേ ഈ മരിച്ചു പോയ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പേടി പോയി, എൻ്റെ കൂടെയുള്ള ആളുകളുടെയും പേടി പോയി. അതിനുശേഷം വീണ്ടും ഞങ്ങള് ശക്തമായ സുവിശേഷം പിന്നെയും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നീടും അനേക ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴേ ഞാൻ പറയട്ടെ, പഴയ രീതിയിലുള്ള പരസ്യയോഗം നടത്താൻ പറ്റുന്നില്ല. ഒന്ന്, ഈ പുസ്തകം കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് ഹിന്ദിയിലല്ലാത്തത് കൊണ്ട് ഞാൻ പറയാം, എൻ്റെ കൂടെയുള്ള ദേവാസന്മാരുമായിട്ട് ഇപ്പോൾ എനിക്ക് പോയി അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ പോകുന്നുണ്ട്. നമ്മുടെ സഹോദരിമാരെ നിങ്ങൾ വിചാരിക്കും അവരെ ആയുധമാക്കുകയാണെന്നല്ല. ഞാൻ എൻ്റെ ഭാര്യ സഹോദരിമാര് പോകുമ്പോൾ സഹോദരിമാരെ അവരങ്ങനെ ഉപദ്രവിക്കുന്നില്ല. അപ്പോൾ ഈ സഹോദരിമാരുമായിട്ട് പോകുമ്പോൾ ഗ്രാമക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ പോകാൻ പറഞ്ഞ് ഓടിച്ചു വിടുകയുള്ളൂ, നമ്മളിങ്ങനെ ഓടിപ്പോരും. എന്നാലും പഴയ രീതിയിലുള്ള ആ സുവിശേഷ പ്രവർത്തനം ഇപ്പം നടക്കുന്നില്ല, വല്ലപ്പോഴൊക്കെ നടക്കുന്നുള്ളൂ. അങ്ങനെ കഴിഞ്ഞ വർഷം ആ കേസ് 5 വർഷത്തിന് ശേഷം ആ കേസ് വിധി പറയാൻ പോവാണ്. അവസാന വിചാരണയ്ക്ക് ഞങ്ങളെ ജാലൂർ കോടതി വിളിപ്പിച്ചു. കോടതി വിളിച്ചപ്പോൾ ജഡ്ജിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവരോട് യാതൊരു വൈരാഗ്യവുമില്ല, ഞങ്ങൾ ഇവരോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 9 പേരും ഒരേ സ്ഥലത്തിൽ അവരോട് പറഞ്ഞു. ജഡ്ജി പറഞ്ഞു, 2 മതസൗഹാർദ്ദത്തിന് വേണ്ടി ഞങ്ങൾ ഈ കേസ് സോൾവ് ചെയ്യുകയാണ്. ഇവർ ഞങ്ങളെ അടിച്ചത് ഇവരുടെ അജ്ഞത മുഖാന്തരമാണ്. ആ ജയിലിനകത്ത് വെച്ച് ഞങ്ങൾ ആ 9 പേരോട് യേശുവിന്റെ സുവിശേഷം പറഞ്ഞു. പബ്ലിക് പ്രോസിക്യൂട്ടർ, വക്കീൽമാര്, ജഡ്ജി അന്ന് ആദ്യമായിട്ട് ഈ യേശുവിനെ അവിടെ കേട്ടു. അതിനും ഒരു അവസരം ദൈവം നമുക്ക് തരികയും നമ്മളെ കേസില് സഹായിച്ച വക്കീല്, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ത്രൂ നമ്മളിങ്ങനെ പറഞ്ഞു. അതുപോലെ പാസ്റ്റർ ഷിബു തോമസ്, അദ്ദേഹത്തോ മുഖാന്തരമാണല്ലോ FIR ഇട്ടത്. അപ്പൊ ഞാൻ കേസ് ക്ലോസ് ചെയ്യുകയാണ് എന്ന് അദ്ദേഹത്തോടും പറഞ്ഞു. അങ്ങനെ ആ കോടതിക്കകത്ത് വെച്ച് അടിച്ചവർക്ക് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുക്കുവാൻ അവര് കെട്ടിപ്പിടിച്ച് അവരുടെ സ്നേഹം അർപ്പിച്ചു. പിന്നീട് കുറച്ച് ദിവസമൊക്കെ അവരുടെ ഫോൺ വരുമായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ നമ്മളെ അടിച്ച സ്ഥലത്ത് ജാലോറിലെ IPCക്ക് ഒരു ചർച്ചുണ്ട്. സുനിൽ കുമാർ എന്ന ദേവാസൻ ഇന്ന്
എന്നോട് ചേർന്ന് സുവിശേഷത്തിന് ആ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുന്നു. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ ഒരിക്കൽ കൂടെ പറയാനാണെങ്കിൽ ഒരുപാട് സംഭവം ഉണ്ടെങ്കിലും ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ദൈവം അത്ഭുതകരമായ രീതിയിൽ എന്നെ ഉപയോഗിച്ചു. ഞാൻ എൻ്റെ പ്രിയ സഹോദരി, ആദ്യം എനിക്ക് പേര് പോലും അറിയത്തില്ല, ജോയ്സ് ടി വി എന്ന് അറിയത്തേ ഉള്ളൂ. ഒരു പക്ഷെ സിസ്റ്റർ പേര് എനിക്ക് അറിയത്തില്ല. റേച്ചൽ സിസ്റ്റർ ആദ്യം പറഞ്ഞ രീതിയിൽ ദൈവം ഉപയോഗിച്ചു എന്നുള്ള ആ വാക്ക് തീർച്ചയായും ദൈവം നമ്മളെ ഉപയോഗിച്ചു. പക്ഷെ പ്രശംസിക്കാൻ ഒന്നുമില്ല. രാജസ്ഥാനിൽ ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ സുവിശേഷം അറിയാതെ കിടക്കുമ്പോൾ നമ്മൾ കുറച്ച് ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് ഒന്നും അഹങ്കരിക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷത്തിന് പണമല്ല വേണ്ടത്. പണം, ഒരു ചെറിയ പെൻഷൻ എനിക്കുണ്ട്, സുവിശേഷം അറിയിക്കാനുള്ള പണമുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും പ്രാണഭയമില്ലെങ്കിൽ, മരണഭയമില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം, എൻ്റെ കൂടെ താമസിച്ച് നമുക്ക് ഗ്രാമങ്ങളിലേക്ക് പോവാം. നിങ്ങൾ ഒരു പൈസ എടുക്കണ്ട. എൻ്റെ കയ്യിലുള്ള പൈസ തീരുന്നവരെ ഞാൻ എല്ലാ മാസവും പെൻഷൻ കിട്ടിയാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അതല്ല, ആരെങ്കിലും ഒരിക്കലും ഒരു പൈസയല്ല. ഞാൻ ഇതുപോലെ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരിക്കല് 2 പേര് എനിക്ക് പൈസ അയച്ചു. ഞാൻ പറയട്ടെ, നിങ്ങൾ ദയവായി ആരും പൈസ അയച്ചു തരണ്ട. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ എന്നെ പോലെയുള്ള ദേവാസന്മാര് നോർത്ത് ഇന്ത്യയില് സുവിശേഷം അറിയിക്കാൻ വേണ്ടി മേടിച്ചിട്ട് അതൊക്കെ എവിടെ പോയെന്ന് അറിയത്തില്ല. അപ്പൊ പണമല്ല വേണ്ടത്. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗ്രാമങ്ങളിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക, ഇവിടേക്ക് വരിക. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2000-3000 രൂപയുണ്ടെങ്കിൽ നമുക്കൊരു 10 ഗ്രാമങ്ങളിൽ ഒരു ദിവസം പോയി സുവിശേഷിച്ചിട്ട് മടങ്ങി വരാൻ പറ്റും. അത് അവിടെ എല്ലാവരെയും ഈ ജോയ്സ് ടി വിയിലൂടെ അതിനെ ആഹ്വാനം ചെയ്യുന്നു. ആരെങ്കിലും കടന്നു വരാനുണ്ടെങ്കിൽ വളരെ സന്തോഷം. സിസ്റ്ററെ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ. എന്റെ സാക്ഷ്യം മുഖാന്തരം ആരുടെയെങ്കിലും ജീവിതത്തിൽ യേശുവിനോടൊന്ന് അടുക്കാൻ തോന്നിയാൽ, അല്ലെങ്കിൽ ഈ പാപിയായി ജീവിച്ചിട്ട് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ, ഞാൻ ഈ പുസ്തകം വായിച്ചാണ് രക്ഷിക്കപ്പെട്ടത്. ആത്മഹത്യ ചെയ്യുവാൻ ഭാര്യ മണ്ണെണ്ണൊഴിച്ചപ്പോൾ ആ പാസ്റ്റർ എന്ന പുസ്തകം ഞാൻ വായിച്ചു. ആ പുസ്തകം വായിച്ചിൽ നിന്നാണ്, ഞാൻ ഒരു വായനക്കാരനായതുകൊണ്ട് ആ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന് മനസ്സിലായത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ മാറ്റിയ ദൈവം നിങ്ങളെയും ധാരാളമായി മാറ്റും, അനുഗ്രഹിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ദേവദാസൻ പറഞ്ഞല്ലോ, അടി കൊണ്ട് ആ ഗ്രാമത്തിൽ നിന്നൊരു ചർച്ച ഉണ്ടെന്ന്. പാസ്റ്റർ അവിടെ പോയിട്ടുണ്ടോ? ഞാൻ ഈ അടി കൊണ്ടതിന് ശേഷം അവിടെ പോയിട്ടില്ല എങ്കിലും നമുക്ക് രാജസ്ഥാൻ ഗോസ്പൽ മിനിസ്ട്രിക്ക് ഒരു സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട്. കൊറോണയുടെ കാലം മുതൽ ഇന്ന് 566 ദിവസമാണ്, 1566 ദിവസമാണ്, 5ാമത്തെ വർഷമാണ്. അനേക മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. സൂം മീറ്റിംഗിൽ രാജസ്ഥാൻ ഗോസ്പൽ മിനിസ്ട്രി. അപ്പോൾ ഈ ഗ്രാമത്തിലെ ആ പാസ്റ്റർ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കും. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. അങ്ങനെയാണ്. ഓക്കെ. കർത്താവിന്റെ ദാസനെ, ദേവദാസൻ പറഞ്ഞതുപോലെ നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. കാൽവറി ക്രൂശിലല്ലാതെ നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. പിന്നെ കർത്താവിൻ്റെ ഒരു ഉപകരണങ്ങളായി ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. 4800 ഗ്രാമങ്ങൾ സുവിശേഷീകരിപ്പാൻ, അനേക ലക്ഷക്കണക്കിന് ബൈബിളുകൾ, ഗോസ്പൽസൊക്കെ ഷെയർ ചെയ്യുവാൻ ദൈവദാസനെ കർത്താവ് സഹായിച്ചല്ലോ. ഇനിയും കർത്താവ് അതിൽ കൂടുതലായി കർത്താവിൻ്റെ ദാസനെ ഉപയോഗിക്കട്ടെ. അന്ത്യം വരെയും കർത്താവ് വിശ്വസ്തയോടെ നിലനിർത്തട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, രാജസ്ഥാന്റെ ഈ ഉൾഗ്രാമങ്ങളിൽ ആരും അറിയാതെ കിടന്ന അടിയനും ഈ ജോയ്സ് ടി വിയിൽ കർത്താവെ ഇതുപോലെ കടന്നു വന്ന് ഒരു സാക്ഷ്യം പറയുവാനും ജീവനുള്ള ദൈവത്തെ ഉയർത്തുവാനും ഒരവസരം നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, കേൾക്കുന്ന വ്യക്തികളോട് അങ്ങ് ഇടപെടണമേ. അവരുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവം സഹായിക്കണം. അങ്ങ് ആകർഷിക്കാതെ ആർക്കും കർത്താവെ അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. അങ്ങേ അറിയുന്നവർ
അങ്ങേ ആരാധിക്കുന്നവർ, അങ്ങേ സ്തുതിക്കുന്നവർ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നു. ഇന്ന് ഒരു ദിവസം കൂടെ എനിക്ക് ദാനമായി തന്നത് ആ ദൈവത്തിന്റെ സ്വരൂപത്തിന്റെ, കർത്താവായ യേശുവിന്റെ സ്വരൂപത്തിന്റെ അനുരൂപമാകാനാണെന്നും ആ യേശു ആയിരിക്കുന്നത് പോലെ, യേശു ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനാണെന്നും നനച്ചുകൊണ്ട്, നിരൂപിച്ചുകൊണ്ട് എൻ്റെ കർത്താവിന്റെ രാജ്യ വിസ്താരത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഓരോ ദൈവമക്കളെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ കർത്താവെ ഈ മീഡിയ വഴി, ഈ TV വഴി ഇങ്ങനെ ഒരു അവസരം കർത്താവെ അങ്ങ് കൊടുത്തതിനായി, ഇങ്ങനെ ഒരു ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ കൊടുത്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വരവ് വരെ ഇത് ഇങ്ങനെ തന്നെ തുടർന്നു പോകുവാൻ, അനേകരെ ഈ മാധ്യമത്തിലൂടെ രക്ഷിക്കപ്പെടുവാൻ കർത്താവെ അങ്ങൊന്ന് മനസ്സ് വെക്കണം. അങ്ങ് ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതി, അങ്ങൊന്ന് തൊട്ടാൽ മതി. കേൾക്കുന്നവരുടെ, ഈ പ്രേക്ഷകരുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുമല്ലോ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വലിയ ബന്ധനങ്ങളിലാണെങ്കിൽ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളാണെങ്കിൽ, ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ, യേശുവെ പ്രത്യാശ നൽകുന്ന, ആശ്വസിപ്പിക്കുന്ന, ജീവൻ നൽകുന്ന, നിത്യജീവൻ നൽകുന്ന യേശുവിനെ കണ്ടുമുട്ടുവാൻ കർത്താവ് അവരെ സഹായിക്കണം. അതിനായി ഈ TVയെ, അതിന്റെ അണിയറയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രിയ സഹോദരിയെയും കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ഞങ്ങളെ ഒന്നിച്ചു തൊട്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ദാസനെ, കർത്താവിൻ്റെ ദാസൻ്റെ റിലേറ്റീവ്സ് ഒക്കെ അവരെ വിശ്വാസത്തിൽ വല്ലതും കടന്നു വന്നോ? ആരുമില്ല. മാതാപിതാക്കള് ഞാൻ രാജസ്ഥാനിലേക്ക് കൊണ്ടുവന്നായിരുന്നു. കാരണം നമുക്ക് നാട്ടിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 2005 മാതാപിതാക്കള് സ്നാനപ്പെട്ടു. 2008 പിതാവ് 3 വർഷം മാത്രം ജീവിച്ചിരുന്നു. ഈ 3 വർഷത്തിൽ പിതാവ് 30-ലധികം തവണ അദ്ദേഹം ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു വായനക്കാരനായിരുന്നു. എന്നെക്കാളും നല്ലൊരു വായനക്കാരനായിരുന്നു പിതാവ്. 83-ാമത്തെ വയസ്സിൽ അദ്ദേഹം ക്യാൻസർ പിടിച്ച് മരിച്ചു. 2017 അപ്പോൾ എനിക്ക് വീടില്ല. അമ്മയ്ക്കും അപ്പനും വലിയ ഒരു പ്രയാസമായിരുന്നു. നമുക്ക് നാട്ടിലൊരു ശകലം പോലും സ്ഥലമില്ലല്ലോ, ഒരു വീടില്ലല്ലോ, ഒന്നുമില്ലാതെ നമ്മൾ ഈ രാജസ്ഥാനിൽ അടക്കപ്പെടുകയാണല്ലോ. അവർക്ക് നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നാട്ടിൽ നമുക്കൊന്നും ഇല്ലായിരുന്നു. എന്നാൽ 2017 ആയപ്പോൾ പട്ടാളത്തിന് പിരിഞ്ഞ് കിട്ടിയ ഒരു പൈസ, ഒരു 5 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ നാട്ടിലെ ഒരു സ്ഥലം മേടിച്ചായിരുന്നു. പക്ഷെ അവിടെ വീട് വെക്കാൻ പറ്റിയില്ല. പിന്നീട് ചെറിയൊരു വീട് അവിടെ ഉണ്ടാക്കിയെങ്കിലും പണി പൂർത്തിയാകാതെ ചെറിയ വീടാണ്. അത് വാർത്തിട്ടു, 2 റൂമുള്ള ഒരു കൊച്ചു വീട്. പക്ഷെ 2017 ഞാൻ സഭയിൽ നിന്ന് ഒരു 2 മാസത്തേക്ക് ഇവിടുന്ന് കേരളത്തിലേക്ക് പോയി. ആ വീടിന്റെ ഒരുവിധമായിട്ടുള്ള ഒരു പണികളൊക്കെ ചെയ്ത് അതിൽ താമസിക്കാമെന്നുള്ള ഒരു അവസ്ഥ വന്നു. അപ്പോൾ അമ്മയ്ക്ക് വലിയ ആഗ്രഹം ഇവിടെ താമസിക്കാം. അപ്പോൾ അമ്മ രോഗിയാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്, ഒരുപാട് രോഗങ്ങളുണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. സഹോദരിയാണ് അമ്മയെ നോക്കുന്നത്. പക്ഷേ ആ വീടിന്റെ പണി കഴിഞ്ഞ് ഞാൻ ഇവിടെ തിരിച്ചു വന്നു. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് 15 ദിവസത്തിന് ശേഷം കട്ടിൽ നിന്ന് പുറകോട്ട് വീണു. അപ്പോൾ സഹോദരി കത്തോലിക്ക വിശ്വാസത്തിലാണ്. സഹോദരി TV-യിൽ ഇവിടെ പ്രാർത്ഥന നടക്കും. ആ TV കണ്ട് ആ കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. അമ്മ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് അമ്മയുടെ കട്ടിലിരുന്ന് ആ സമയത്ത് അമ്മ പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പുറകോട്ട് വീണ് ഹാർട്ട് അറ്റാക്കായി. ഷുഗർ ലോ ആയതായിരിക്കും. ഹാർട്ട് അറ്റാക്കായിട്ട് അമ്മ 81-ാമത്തെ വയസ്സിൽ അമ്മയും മരിച്ചു. എൻ്റെ നാട്ടിലുള്ള ഒരു സഹോദരി, അവർക്ക് 3 മക്കൾ, അവരാരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. വൈഫിന്റെ വീട്ടിൽ നിന്നും ആരും കടന്നു വന്നിട്ടില്ല. പക്ഷെ എൻ്റെ മാതാപിതാക്കൾ 2 പേരും രക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നെ നാട്ടിൽ പോകുക നമ്മൾ കുറവാണ്. വല്ലപ്പോഴും ഇവിടെ രാജസ്ഥാനി 2005 അവർ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടതിന് ശേഷം പിതാവ് 3 വർഷം ജീവിച്ചിരുന്നു. അമ്മ 2017 അമ്മ അത്രയും വർഷം ജീവിച്ചു. കർത്താവ് സഹായിക്കട്ടെ. അമ്മയ്ക്ക് എന്ത് മെന്റലായിട്ടുള്ള അതൊക്കെ കുറഞ്ഞായിരുന്നു? അത് അമ്മ മരിക്കുന്നവരെയും അമ്മ ഈ മാനസിക രോഗിയായിരുന്നു. എന്ന് പറഞ്ഞാല്
പലപ്പോഴും മാനസിക നില അങ്ങ് തെറ്റിപ്പോവാൻ, പലപ്പോഴും ആത്മഹത്യക്ക് ശ്രമിക്കും. താമസിക്കുമ്പോൾ തന്നെ അവിടെ സന്തോഷിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാം, പക്ഷെ സന്തോഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എപ്പോഴും ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെയായിരുന്നു. ഒരു പക്ഷേ മാനസികമായിട്ടുള്ള ആ ഒരു അവസ്ഥ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നത് അമ്മയുടെ ഈ വിശ്വാസം മാത്രമാണ് രക്ഷയിലേക്ക് കടന്നു വന്നത്. അല്ലെങ്കിൽ തീർച്ചയായും അമ്മ ആത്മഹത്യ ചെയ്തു പോയേനെ. എന്നാലും മരുന്നുകളും കൊണ്ട് അമ്മ കൺട്രോൾ ആയിരുന്നു. വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് മാറ്റം വന്നു. പക്ഷെ മരിക്കുന്നവരെ മരുന്ന് വേണമായിരുന്നു. മരുന്ന് മുടങ്ങാൻ പറ്റത്തില്ല. ഇപ്പം ദേവദാസനോ ഇവിടെ രാജസ്ഥാനി വീട് വല്ലതും ഉണ്ടോ? അതോ ഇല്ല, വാടകയ്ക്കാണ്. ഞങ്ങള് ഇത് ഒരു വാടക വീടാണ്. മക്കളെ ജോലി വല്ലതും ആണോ? അതോ മകള് കുടുംബമായിട്ട് ഗുജറാത്തിലാണ്. അവൾക്ക് 9 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. മകന് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് ഇവിടെ രാജസ്ഥാനിൽ ഒരു സമരം ഉണ്ടായി, ഡോക്ടേഴ്സിന്റെ സമരം. അപ്പൊ 22 ദിവസം ആശുപത്രികൾ അടഞ്ഞു കിടക്കായിരുന്നു. ആ സാഹചര്യത്തില് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അത് 14 പ്രാവശ്യം ഉണ്ടായി. എന്റെ ഈ കൈകാലുകള് 15 സ്ഥലത്ത് ഫ്രാക്ചറാണ്. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും വീണ അപ്പോ ഫ്രാക്ചർ ആവും. ഇവിടുത്തെ വെള്ളം മോശമാണ്, അതുകൊണ്ട് പിന്നെ ഞാന് പട്ടാളത്തിലായിരുന്നപ്പോൾ എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴ് ഈ കാൽസ്യം കുറഞ്ഞു പോയിട്ട് എല്ലിന്റെ ഡെൻസിറ്റി കുറഞ്ഞു പോയി. അപ്പൊ എവിടെയെങ്കിലും വീണാല് പെട്ടെന്ന് ഓടി. അപ്പോ 15 സ്ഥലത്ത് ഫ്രാക്ചറാണ്. പിന്നെ ഹാർട്ട് അറ്റാക്ക് 14 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നു. ആശുപത്രികൾ അടവായിരുന്നു. അപ്പോ പിന്നെ എന്തായാലും ഒരു പാസ്റ്ററുടെ ഭാര്യയുടെ ഒരു നേഴ്സായിരുന്നു ജയ്പൂരിൽ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു സ്റ്റെന്റ് ഇട്ടു. ബാക്കിയുള്ളതെല്ലാം ഭക്ഷണം. എന്നാൽ എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, BP ഇല്ല, ഷുഗർ ഇല്ല, പക്ഷെ യൂറിക് ആസിഡ് ഉണ്ട്. എന്നിട്ട് അങ്ങനെ ആയിരിക്കും ഒരു പക്ഷെ ഈ ബ്ലോക്ക് 14 പ്രാവശ്യം അറ്റാക്ക് വന്നു. ബ്ലോക്ക് 6 ഉണ്ടായിരുന്നുണ്ട്. അറ്റാക്ക് ഈ ഡോക്ടറെ ഈ സമരകാലത്ത് 14, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ 19,300 ഫീറ്റ് ഉയരത്തിൽ നിന്ന് ഒരു മോട്ടോർ സൈക്കിളിൽ ഞാൻ താഴെ പോവുക. പറഞ്ഞില്ല, എന്നിട്ട് മരിച്ചില്ല. ഈ ആളുകള് കുത്തി കൊന്നപ്പോ മരിച്ചില്ല. ഈ ജാലൂറിൽ വെച്ച് അടിച്ചു കൊന്നപ്പോ മരിച്ചില്ല. ഹാർട്ട് അറ്റാക്കിൽ മരിച്ചില്ല. ദൈവത്തിനൊരു ഇതുണ്ടാവും. ഞാന് സാക്ഷ്യത്തില് പറയാഞ്ഞിട്ടാണ് സമയം കൺട്രോൾ ആകും. ഈ ഭാര്യയെ ഞാന് കൈകൊണ്ട് ആദ്യം അടിക്കായിരുന്നു, പക്ഷെ അതിൽ എനിക്കൊരു സന്തോഷം കിട്ടത്തില്ല. പട്ടാളത്തിന് ബെൽറ്റ് ഊരി അടിക്കും. എന്നിട്ട് അതിലും അപ്പം പട്ടാളത്തിന് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ബക്കളാ, പിത്തളിന്റെ ബക്കള, അതാ കൊള്ളുന്നത്. ചുറ്റിക്ക് ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട്. ചുറ്റിക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവള് സഹിച്ചു തന്നതും പ്രാർത്ഥനയൊക്കെയാണ് എന്നെ രൂപാന്തരപ്പെടുത്തി. ഇന്ന് ഞങ്ങൾ ഏതായാലും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. സഹിഷ്ണുതയുള്ള ഒരു ദൈവദാസിയെ കർത്താവ് കൂട്ടിച്ചേർത്തത് സാധാരണപ്പെട്ടവരെയും കൊണ്ട് നടക്കാത്ത കാര്യമാണല്ലോ ദൈവദാസിയും കൊണ്ട്. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു പട്ടാളത്തിൽ ഇതുപോലെ സുവിശേഷം അറിയിക്കാൻ വേറെ ആർക്കും അകത്തോട്ട് കയറി പോകാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം നമ്മളെ ആ പട്ടിയെ കൊണ്ട് ഓടിപ്പിച്ച് പട്ടാളത്തിൽ കയറ്റിയതൊക്കെ അന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. പട്ടി എന്തിനാ ഓടിച്ചു ആരുടെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി നോക്കുക, ഒരു പട്ടിയെ കൊണ്ട് ഓടിപ്പിച്ചു. അത് നമുക്ക് ഓടാൻ ശക്തിയില്ല. ഏലിയാവിനെ കാക്കയും കൊണ്ട് പോഷിപ്പിച്ചു, ദേവദാസനെ പട്ടിയെ കൊണ്ട് ഓടിപ്പിച്ച് പട്ടാളത്തേക്ക്. ദൈവം തന്റെ സൃഷ്ടികളെ കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുണ്ട്. ഇവള് ട്യൂഷൻ എടുത്ത യഥാർത്ഥത്തിൽ പട്ടാളത്തില് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. കിട്ടുന്ന പൈസ വീട്ടിലേക്ക്, അമ്മ രോഗിയാണ്, അപ്പൻ രോഗിയാണ്, അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോ പിന്നെ ഞങ്ങളെ അതിനുള്ള ശമ്പളം ഇല്ല. 1200 രൂപയാണ് ഞങ്ങൾക്ക് ശമ്പളം ഉണ്ടായിരുന്നത്. അപ്പൊ ഇവളുടെ ആയതുകൊണ്ടാണ്. ഇതിനിടയ്ക്ക് ഞാൻ സാക്ഷ്യത്തിൽ പറയാനിട്ടാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് ഒരു ഗ്യാങ് ഉണ്ടാക്കി ഞാൻ വലിയ ആതങ്കവാദി, ഉഗ്രവാദി ആകേണ്ടതായിരുന്നു. ബാങ്ക് മോഷ്ടിക്കാൻ UP പോയി തോക്ക് മേടിച്ചു കൊണ്ടുവന്ന് 5-6 പേര് വായിച്ചായിരുന്നു. പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ബാങ്ക് മോഷ്ടിക്കാനൊക്കെ പോയതാ. അതൊന്നും പറയാൻ പറ്റത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. അതാ ഞാനും പറഞ്ഞു, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ നമ്മളെ പിടിച്ചോണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനും ഇതുപോലെ Zoom മീറ്റിംഗ് ലൈവ്, YouTube ലൈവ് നടന്നു. അതുകൊണ്ട്
ആളുകളൊന്നും ബ്രീഫ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ RSS എന്നോ BJP എന്നോ ഒന്നും പറയാഞ്ഞത്. നമുക്കത് നമ്മുടെ ചാനൽ നമുക്ക് നോക്കണം. അതെ, തീർച്ചയായിട്ടും. ചാനൽ മാത്രമല്ല പാസ്റ്റർ, ഇങ്ങനെ ആതങ്കവാദിയാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കണ്ടിട്ട് പിന്നെ നമ്മളെ പിടിച്ച് പേരിൽ എന്ത് നമ്മൾ അറിയുന്നില്ലല്ലോ, ഓരോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. അങ്ങനെ പട്ടിണി എന്ന് പറഞ്ഞ ഇവള് എന്നോട് ഞാൻ പറഞ്ഞു നീ എന്നെ കെട്ടണ്ട, ഞാൻ ദരിദ്രനാണ്. ഇവള് പറഞ്ഞു ഞാൻ കട്ടിൽ വേണ്ട താഴെ കിടന്നോളാന്നൊക്കെ സാഹിത്യമൊക്കെ പറഞ്ഞു. പക്ഷേ സിസ്റ്ററെ, ഇവള് എന്നെ കെട്ടി എന്റെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ കണ്ടപ്പോഴേ ഇവള് ഞെട്ടിപ്പോയി. ഇത്രയധികം ദാരിദ്ര്യത്തിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യനെ. പക്ഷേ ഭാര്യ എന്തായാലും നിന്നു സ്നേഹിച്ചു, കൂടെ നിന്ന് കർത്താവ് നമ്മളെ ഈ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്നു. കുഴപ്പമില്ല. ദേവദാസന്റെ ജീവിതത്തിൽ കർത്താവ് തെരഞ്ഞെടുത്ത് തന്നതാണ് ആ സഹോദരി. അതുകൊണ്ടാണ് ഇന്ന് കർത്താവിന്റെ ദാസൻ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും എന്തോ ചെയ്യത്തില്ല. ആജാദ് ടിവിയില് നമ്മുടെ ആ ഫിന്നി അദ്ദേഹം ഇങ്ങനെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഫിന്നി യോഹന്നാൻ ഞാന് നമ്മുടെ ജൂം മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വിളിക്കുമായിരുന്നു, ആ പരിചയമുള്ളൂ. അപ്പൊ ഒരിക്കലും അദ്ദേഹം ഇതുപോലെ സാക്ഷ്യം പറയണമെന്ന് ഞാൻ പറയാം. സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴ് UAE-ല് അല്ലെ UAE-ലുള്ള ഒരു സഹോദരി, അവരവിടെ വീട്ടുപണി ചെയ്യുന്ന, പാത്രം കഴുകുന്ന, അവര് പറയുന്നത് എലിയും പൂച്ചയൊക്കെ കയറി വരുന്ന ഒരു ഏറ്റവും മുകളിലത്തെ ഒരു റൂഫ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവര് തന്നെ അതിലെ ഒരു ടിൻഷീറ്റും കാര്യങ്ങളൊക്കെ മഴ തന്നെയാണ്. അങ്ങ് അത്രയും ദാരിദ്ര്യമാണ്. ഇവര് ഈ സാക്ഷ്യം കേട്ടു. പക്ഷെ എന്റെ കൂടെ ഉള്ള ദൈവദാസന് അപ്പൊ 2 കാലും ഇല്ലാത്ത ഒരു ദൈവദാസനുണ്ട്. എന്റെ ഈ സൂം മീറ്റിങ്ങിലൂടെ രക്ഷിക്കപ്പെട്ടതാ. ബീഹാറിലുള്ള ഞാൻ അദ്ദേഹത്തെ അവിടുന്ന് ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി ചേർത്ത്, ചണ്ഡീഗഡില് ബൈബിൾ കോളേജിൽ ചേർത്ത് നിരങ്ങിയാ പോകുന്നത്. പാരലൈസ് ആയിട്ട് കാലില്ലാത്ത മനുഷ്യനാണ്. അവിടെ ഗ്രാമത്തിൽ ഇങ്ങനെ കിടക്കുന്ന സടക്കില് വഴി കിടക്കുന്നവന്. എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് സുവിശേഷം പറഞ്ഞ് ഇന്ന് പുള്ളിക്ക് പാസ്റ്ററാണ്. ഈ സഹോദരി 1000 രൂപ വെച്ച് എനിക്ക് അയച്ചു തരും. ഈ സാക്ഷ്യം കേട്ടിട്ട് പിന്നെ പാസ്റ്ററോട് അഡ്രസ് മേടിച്ച് 1000 രൂപ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി അയച്ചു തരുന്നു. വേറെ 2 പേര് അവരുടെ പേര് മറന്നുപോയി. 2 പേര് ഇതുപോലെ ഒരു സാമ്പത്തിക സഹായം ചെയ്തു. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് പൈസ ആരും അയക്കരുത്, പൈസ അല്ല വേണ്ടത്. ദേവദാസനെ പൈസ ആരെങ്കിലും അയക്കുവാണെങ്കിൽ സാരമില്ല, കർത്താവിന്റെ വേലയ്ക്ക് ദേവദാസന് അതൊരു മുതൽ തീർച്ചയായിട്ടും വേലയ്ക്ക് ഉപയോഗിക്കുമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒന്ന് പറയാനോ ആളുകളെ മയക്കാനോ അറിയത്തില്ല. പലരും ചെയ്യുന്നത് ഇന്ന് പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മളിങ്ങനെ വിശ്വസത്തോടെ നിൽക്കുന്നത്. നാളെ ചിലപ്പോ വലിയ പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുമെന്ന് അറിയത്തില്ല. ആയിരങ്ങളാണ് മനുഷ്യനെ മാറ്റുന്നത്. എന്തായാലും ദൈവം നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു പെൻഷൻ കർത്താവ് തന്നു. സുഖമായ മകന് അങ്ങനെ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ജോലി അവന് ഗുജറാത്തിലൊരു ജോലിയായിരുന്നു, ചെറിയ ജോലിയായിരുന്നു, 10,000-25,000 രൂപ കിട്ടുന്ന ജോലിയായിരുന്നു. പക്ഷേ അവരത് വിട്ടിട്ട് ഇവിടെ വണ്ടി വന്നു. മകനെ ഭാര്യ 1.5 വയസ്സോട് കൊച്ചുണ്ട്. അപ്പൊ ഇപ്പൊ ഇതിനിടയ്ക്ക് അവന് ഈ മൊബൈലിന്റെ റിപ്പയറിംഗ് ഒക്കെ പഠിച്ച് ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും കടയിലൊന്ന് കയറി ഇച്ചിരി ഒന്ന് പരിചയമായി കഴിഞ്ഞാല് എവിടെയെങ്കിലും കടയിടാം. പരിചയമായില്ല, ഇപ്പൊ പഠിച്ചു വന്നതേ ഉള്ളൂ. സഹായിക്കും ദേവദാസിനെ. തീർച്ചയായിട്ടും കർത്താവ് കഴിഞ്ഞ കാലങ്ങളിലെ അവസ്ഥകൾക്കൊക്കെ മാറ്റം ദൈവം വരുത്തും. ദൈവം വിശ്വസ്തനാണ്.